കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സുവിശേഷ പ്രസംഗ യോഗങ്ങളുടെ പ്രാരംഭ രാത്രിക്കായി ആദ്യമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രിയിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ദൈവസന്നിധിയിലാഗതരായിരിക്കുന്ന എല്ലാ മാന്യസ്നേഹിതർക്കും ശബ്ദപരിധിയിൽ ദൂരെയും ചാരയുമായി നിന്ന് ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മാന്യസ്നേഹിതർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഈ മീറ്റിംഗ് പ്രാർത്ഥനയോടുകൂടെ ആരംഭിച്ച സമയം തുടങ്ങി പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മോട് ഇടപെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. ദാഹത്തോടും വാഞ്ചയോടും കൂടെ കർത്തൃസന്നിധിയിലായിരിക്കുന്ന ദൈവജനത്തിന്റെ ദാഹത്തെ സ്വർഗത്തിലെ ദൈവം സ്വർഗകവാടങ്ങളെ തുറന്ന് ശമിപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇതുവരെയും നാം ആത്മീയ ശുശ്രൂഷകളൊക്കെ അനുഭവിച്ച് അനുഗ്രഹങ്ങളെ പ്രാപിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആത്മാവിൽ പാട്ടുകളെ പാടി ദൈവത്തെ സ്തുതിപ്പാനും ദൈവശക്തിയാൽ നിറഞ്ഞ് നമ്മുടെ പ്രത്യാശയെ പുതുക്കുവാനും സ്വർഗം നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തെ നന്ദിയോടുകൂടെ വാഴ്ത്തുകയാണ്. ഒരു ദൈവഭക്തന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തുനാഥന്റെ പുനരാഗമനത്തെക്കുറിച്ച് പാടി സന്തോഷിപ്പാനും ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമൊക്കെ തീർന്ന് ദൈവസന്നിധിയിലെപ്പോൾ ചേരുമെന്നും പ്രാണപ്രിയൻ എപ്പോൾ വരുമെന്നും ഉള്ള ആഗ്രഹത്തോടുകൂടെ പാട്ടുകളുടെ വരികൾ പാടി ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തിന്റെ കൃപകൾ അനുഭവിപ്പാനും ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അനുഭവസമ്പന്നമായ ഒരു സാക്ഷ്യവും നാം ഇതിനോടകം ശ്രവിപ്പാനിടയായി തീർന്നു. വീണ്ടും നാം ഏവരും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ഈ രാത്രിയിൽ നമ്മോടുള്ള ദൈവത്തിന്റെ ആലോചന പരിശുദ്ധാത്മാവ് നമ്മെ അറിയിപ്പാനിടയായി തീരും. കൂടപ്പെട്ട ഏവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. നമ്മുടെ ഭാരതം അടുത്ത ദിവസം രാജ്യത്തിന് ലഭിച്ച സ്വാതന്ത്ര്യത്തെ ആഘോഷിപ്പാൻ വലിയ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളുമൊക്കെയായി നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണല്ലോ നാം ഈ ലോകത്തിൽ ആയിരിക്കുന്നത്. ദീർഘവർഷങ്ങൾക്ക് മുൻപ് അനേക മഹാന്മാരായ ആളുകൾ, രാജ്യസ്നേഹികളും ദേശസ്നേഹികളുമായ അനേക മഹാന്മാർ ഈ രാജ്യത്തിനു വേണ്ടി അവരുടെ ജീവനും രക്തവുമൊക്കെ കൊടുത്ത് രാജ്യത്തെ മറ്റ് ശക്തികളിൽ നിന്ന് സ്വതന്ത്രമാക്കി തീർത്തതിന്റെ ആഘോഷം, ആ ദിവസത്തിന്റെ പ്രത്യേകത ആഘോഷപൂർവം കൊണ്ടാടുവാൻ ഇന്നത്തെ നമ്മുടെ ഭാരതം വലിയ തയ്യാറെടുപ്പുകളും ഒപ്പം വലിയ മുൻകരുതലുകളും ഒക്കെയായി മുൻപോട്ട് പോവുകയാണ്. ലോകത്തിലെ മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഭാരത ജനതയുടെ അവസ്ഥയെ നാം പഠിച്ചു നോക്കുമ്പോൾ, സ്വാതന്ത്ര്യം ലഭിച്ചു എന്നൊക്കെ പറയുന്നെങ്കിൽ തന്നെയും ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അല്പം പോലും സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ള നിലവാരത്തെ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. മനുഷ്യന്റെ മുൻപാകെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ നിൽക്കുന്നതായ പ്രതിയോഗികളുടെ നീണ്ട നിര മനുഷ്യർക്ക് പ്രതിയോഗികളാകുന്നു. പ്രകൃതി ചിലപ്പോൾ ലോകത്തിലെ മനുഷ്യർക്ക് പ്രതിയോഗികളായി തീരുന്നു. അതുപോലെ പലവിധത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളും മനുഷ്യന്റെ സ്വഭാവ വൈകല്യങ്ങളുമൊക്കെ നിമിത്തമായി ഈ ലോകത്തിലെ മനുഷ്യർക്ക് എല്ലായിടത്തും എല്ലാവിധത്തിലും പ്രതിയോഗികളെ കൊണ്ട് നിറഞ്ഞ ഒരു കാലത്താകുന്നു നാം ഇപ്പോൾ ജീവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു നിലയിൽ നാം ചിന്തിക്കുമ്പോൾ മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്തതും, അപ്പോൾ തന്നെ മനുഷ്യന്റെ നിത്യജീവിതത്തിൽ അവന്റെ മുൻപിൽ എന്നും അവന് പ്രതിയോഗിയായി, അവന്റെ മുൻപിൽ ഒരു ശത്രുവായി നിന്നുകൊണ്ട് അവനെ തകർത്തു കളയുവാൻ ശ്രമിക്കുന്ന അദൃശ്യ ശക്തിയായ പിശാച്, സാത്താൻ എന്ന തിന്മയുടെ പ്രതിരൂപം ഇന്ന് ലോകത്തിൽ മനുഷ്യന്റെ മുൻപാകെ ഒരു വൈരിയെ പോലെ, ശത്രുവിനെ പോലെ നിലകൊള്ളുമ്പോൾ, സ്വാതന്ത്ര്യം ലഭിച്ചു എന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കുന്ന ജനതകളുടെ ഹൃദയത്തിന്റെ അവസ്ഥയെ നോക്കുമ്പോൾ, ഒരു വിധത്തിൽ മനുഷ്യൻ സ്വാതന്ത്ര്യത്തെ പ്രാപിച്ചു എന്ന് പറയുമ്പോൾ മറ്റൊരു നിലയിൽ അവൻ സ്വാതന്ത്ര്യമില്ലാത്തവനായി പ്രാകൃത ജീവിതത്തിന്റെ അടിമയായി തീരുന്ന അവസ്ഥകളെ നമ്മുടെ മുൻപാകെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്റെയും മുൻപിൽ അങ്ങനെയുള്ള അവസ്ഥകൾ വന്നെത്തി നിൽക്കുകയാണ്. മനുഷ്യന് പണമുണ്ട്, സമ്പത്തുകളുടെ ആധിക്യമുണ്ട്, അവന് ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, ശക്തിയുണ്ട് എങ്കിൽ തന്നെയും അവൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊന്നും തന്നെ അവന് നേടിയെടുപ്പാൻ കഴിയാത്തതും
അവന്റെ മുൻപിൽ വൻമല പോലെ പ്രതിസന്ധിയായി നിൽക്കുന്നതുമായ എത്രയെത്രയോ വലിയ ദുർഘടങ്ങൾ മനുഷ്യൻ തരണം ചെയ്യുവാൻ കഴിയാതെ നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ഭാഗത്ത് സമാധാനം പോകുന്നു, മറ്റൊരു ഭാഗത്ത് മരണഭീതിയാൽ മുൻപോട്ട് പോകുന്നു. വേറൊരു നിലയിൽ നോക്കുമ്പോൾ നാളത്തെ ജീവിതം എങ്ങനെയാകും എന്നോർത്ത് വ്യാകുലപ്പെട്ട് മുൻപോട്ട് പോകുന്ന അവസ്ഥകളൊക്കെ ലോകത്തിലെ മനുഷ്യന്റെ മുൻപാകെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ കാലയളവിൽ അല്പമെങ്കിലും സമാധാനവും സന്തോഷവുമൊക്കെ അനുഭവിക്കുന്നത് കാൽവറി മലമടക്കിൽ തകർന്നു വീണ് അവന്റെ അവസാനതുള്ള രക്തവും മാനവജാതിയുടെ വീണ്ടെടുപ്പിനും രക്ഷയ്ക്കും വേണ്ടി ഒഴുക്കി തന്ന യേശുനാഥന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവമുഖത്ത് നോക്കി പ്രത്യാശയോടെ ജീവിക്കുന്ന ദൈവമക്കൾ മാത്രമാണ് ഈ ലോകത്തിൽ അല്പമെങ്കിലും സമാധാനം അനുഭവിച്ച് ജീവിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അല്പസമയത്തെ നമ്മുടെ ദൈവവചന ധ്യാനത്തിനായി നമുക്ക് ഏവർക്കും നമ്മുടെ ശ്രദ്ധ ദൈവവചനത്തിലേക്ക് കൊണ്ടുവരാം. അതിനാധാരമായി 60-ാം സങ്കീർത്തനത്തിന്റെ 11-12 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 60-ാം സങ്കീർത്തനം 11-12 വാക്യങ്ങൾ. വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ, മനുഷ്യന്റെ സഹായം വ്യർത്ഥമല്ലോ. ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും, അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇസ്രായേലിന്റെ മധുരഗായകനും രാജാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനുമായിരുന്ന ദാവീദ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ തന്റെ മുൻപിൽ എതിർത്തു നിന്ന ശത്രുക്കളെയൊക്കെ പരാജയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ജയത്തിന്റെ നന്മകൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ട് ആ ഭക്തൻ പാടിയതായ സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗമാണ് ഇപ്പോൾ നാം ഇവിടെ വായിച്ചു കേൾപ്പാനിടയായി തീർന്നത്. ദാവീദ് ഇപ്രകാരമാണ് പറയുന്നത്: വൈരികളുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ, മനുഷ്യന്റെ സഹായം വ്യർത്ഥമല്ലോ. ദൈവത്തിന് സ്തോത്രം. അടുത്തതായി താൻ പറയുന്നത്, ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും, അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും. ഞാൻ ഓർപ്പിച്ചല്ലോ പ്രാരംഭത്തിൽ, ലോകത്തിലെ സകല മനുഷ്യരും ഇന്ന് ഏതോ ചില വൈരികളുടെ ഭീഷണിയാൽ തങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു നിൽക്കുന്നതോ അല്ലെങ്കിൽ മറഞ്ഞു നിൽക്കുന്നതുമായ ചില വൈരികളുടെ ശത്രുക്കളുടെ ഭീഷണിയാൽ മനുഷ്യർ ഭയപ്പെട്ട് മുൻപോട്ട് പോകുന്ന ഒരു കാഴ്ചയെ നമുക്ക് കണ്ടെത്തുവാനായി സാധിക്കുന്നുണ്ട്. ഈ വിഷയങ്ങൾ മനുഷ്യന്റെ ഹൃദയത്തിൽ തളം കെട്ടി നിൽക്കുമ്പോൾ ദൈവഭക്തനായ ദാവീദിന്റെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. താൻ പറയുന്നത്, വൈരിയുടെ നേരെ ദൈവമേ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. ദൈവത്തിന് സ്തോത്രം. അടുത്തതായി അദ്ദേഹം പറയുന്നത്, മനുഷ്യന്റെ സഹായം വ്യർത്ഥമാണ്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യന്റെ ജീവിതത്തിലെ വൈരികൾ, പ്രാരംഭത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ, മനുഷ്യ ജീവിതത്തിലെ ശത്രുത്വങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവന്റെ വൈരിയെക്കുറിച്ചുള്ള അവസ്ഥയെ നാം നോക്കിയാൽ, മനുഷ്യർ അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ, രക്തബന്ധത്തിൽപ്പെട്ടവരൊക്കെ മനുഷ്യർക്ക് വൈരികളായി ശത്രുക്കളായി നിൽക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാം. ചിലപ്പോൾ ചില മൃഗങ്ങൾ, ചില ജീവജാലങ്ങൾ ഒക്കെ മനുഷ്യന് വൈരിയായി നിൽക്കുന്നു. എന്നാൽ മനുഷ്യ ജീവിതത്തിൽ അവന്റെ യഥാർത്ഥ വൈരി ആരാകുന്നു, അല്ലെങ്കിൽ അവന്റെ ശത്രു, ഏറ്റവും വലിയ ശത്രു, പ്രതിയോഗി ആരാകുന്നു എന്ന് ചോദിക്കുമ്പോൾ ശുദ്ധ ബൈബിൾ നാം വായിച്ചു നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, മനുഷ്യന്റെ നിത്യവൈരി എന്ന് പറയുന്നത് സാത്താനാകുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിലായിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ഉപമ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 39-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, വിത്ത് വിതയ്ക്കുന്നവന്റെയും ഒരു വയലിൽ വീണ വിത്തുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആ നല്ല വിത്തുകളുടെ കൂട്ടത്തിൽ കള വളർന്നു വരുന്ന അവസ്ഥയെക്കുറിച്ച് പറയുന്നു. അതിന്റെ അർത്ഥം യേശു വ്യാഖ്യാനിക്കുമ്പോൾ ആ കള വിതച്ച ഒരു ശത്രുവിനെ കുറിച്ച് പറയുന്നു. ആരാണ് ആ ശത്രു? ഭാഗം ഒന്ന് വായിച്ചാട്ടെ. കള ദുഷ്ടന്റെ പുത്രന്മാർ, അത് വിതച്ച ശത്രു പിശാച്. അത് വിതച്ച ശത്രു പിശാചാകും. മനുഷ്യന്റെ നിത്യവൈരി എന്ന് പറയുന്നത് സാത്താനാണ്, പിശാച്. ലോകത്തിൽ മനുഷ്യനെ തിന്മയിലേക്ക് വലിച്ചു താഴ്ത്തുന്ന ശക്തിയാകുന്നു സാത്താൻ എന്ന് പറയുന്നത്. മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധ്യമല്ല. ചിലപ്പോൾ ചില വ്യക്തികളിലൂടെയൊക്കെ പിശാചിന്റെ അവസ്ഥകളും സ്വഭാവങ്ങളും ക്രിയകളുമൊക്കെ മനുഷ്യർ കണ്ടിട്ടുണ്ടെങ്കിലും മനുഷ്യന്റെ നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത അദർശരൂപികളായ സാത്താൻ എന്ന് പറയുന്ന മനുഷ്യന്റെ നിത്യവൈരി അല്ലെങ്കിൽ അവന്റെ പ്രതിയോഗിയായി എന്നും അവന്റെ മുൻപിൽ നിൽക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്നുള്ളത്
വേദപുസ്തകത്തിന്റെ മാത്രം അനുഭവമല്ല, ബൈബിൾ മാത്രം പറയുന്നതല്ല. ഈ അടുത്ത കാലത്ത് ശാസ്ത്രീയമായ സാങ്കേതിക വിദ്യകളൊക്കെ പുരോഗമിച്ചു കൊണ്ടുവന്ന കാലഘട്ടത്തില് അങ്ങനെ ഒരു പഠനം ഈ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ശാസ്ത്രലോകം കണ്ടെത്തി ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം അവർ കണ്ടെത്തുവാനിടയായി തീർന്നു. ലോകത്തിൽ പാർക്കുന്ന സകല മനുഷ്യർക്കും, ദൈവത്തിന് സ്തോത്രം, ജനിച്ച് നരനായി ഭൂതലത്തിൽ ജനിച്ചു വീണിട്ടുള്ള സകല മനുഷ്യന്റെയും നന്മയുടെയും ഉയർച്ചയുടെയും അവന്റെ സമാധാനത്തിന്റെയും ഒക്കെ തടസ്സമായി ഈ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഏതോ അദൃശ്യമായ ഒരു ശക്തിയുണ്ട്. ശാസ്ത്രത്തിന് അത്രമാത്രമേ പറയുവാൻ കഴിയുന്നുള്ളൂ. മറഞ്ഞു നിൽക്കുന്ന അദൃശ്യമായ ഒരു ശക്തി ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അത് ലോകത്തിലെ സകല മനുഷ്യന്റെയും മുൻപിൽ പ്രതിയോഗിയായി നിൽക്കുന്നു. അവന്റെ ജീവിതത്തിന്, ദൈനംദിന ജീവിതയാത്രയിൽ തടസ്സമായി സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് അതെടുത്തു മാറ്റിക്കൊണ്ട്, സ്വസ്ഥതയും വിശ്രാമവും ആഗ്രഹിക്കുന്ന ഭക്തന്മാരുടെ മുൻപാകെ അതെടുത്തു മാറ്റിക്കൊണ്ട്, ആത്മീക വളർച്ച ആഗ്രഹിക്കുന്ന ദൈവമക്കളുടെ മുൻപിൽ അതെടുത്തു മാറ്റിക്കൊണ്ട്, അവരുടെ മുൻപിൽ പ്രതിയോഗിയായി, ശത്രുവായി, എന്നുമെന്നും എന്നേക്കുമായി തടസ്സമായി നിൽക്കുന്ന ഒരദൃശ്യമായ ശക്തി ഈ ലോകത്തിൽ, ഈ പ്രപഞ്ചത്തിൽ, അന്തരീക്ഷ മണ്ഡലങ്ങളിലൊക്കെ വായു നിറഞ്ഞു നിൽക്കുന്നത് പോലെ നിൽക്കുന്നുവെന്ന് ശാസ്ത്രം പുതിയ കണ്ടെത്തലുകളിൽ കണ്ടുപിടിപ്പാനിടയായി തീർന്നു. ശാസ്ത്രത്തിന് അത്രമേ പറയുവാൻ കഴിയുന്നുള്ളൂ. എന്നാൽ വിശുദ്ധ ബൈബിളിനെ നാം പഠിച്ചു നോക്കുമ്പോൾ വേദപുസ്തക സത്യങ്ങൾ വിളിച്ചു പറയുന്നു. മനുഷ്യനൊരു പ്രതിയോഗിയുണ്ട്, അവനൊരു വൈരിയുണ്ട്, അവനൊരു ശത്രുവുണ്ട്. അവന്റെ ജീവിതയാത്രയിൽ, അവന്റെ എല്ലാ മേഖലകളിലും അവനെ എന്നും തടഞ്ഞു നിർത്തുന്ന ഒരു നിത്യവൈരിയുണ്ട്. അതാകുന്നു പിശാച് എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞ ഒരു സത്യം നാം ഇപ്പോൾ വായിച്ചു കേട്ടല്ലോ. കളവിതച്ച ശത്രു അത് പിശാചായിരുന്നു എന്ന് ദൈവവചനം പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ആത്മീക നന്മകളുടെ ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിന്റെ ഇടയിൽ തിന്മയുടെ വിത്ത് പാകി, അശുദ്ധികൾ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് വിരോധമായ തിന്മയുടെ വിത്തുകൾ പാകി മുളപ്പിച്ച് അതിന്റെ ഫലങ്ങൾ വളർന്നു വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ലോകത്തിൽ നിൽക്കുന്ന തിന്മയുടെ പ്രതിരൂപമായ ശത്രു അഥവാ സാത്താൻ ഇന്ന് ലോകത്തിലെ സകല മനുഷ്യർക്കും പ്രതിയോഗിയായി നിൽക്കുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ പ്രതിയോഗി എന്താകുന്നു ചെയ്യുന്നത്? പ്രാരംഭത്തിലെ ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. ഈ പ്രതിയോഗിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാൻ ലോകത്തിലെ സയൻസിന് സാധ്യമല്ല. മനുഷ്യൻ കണ്ടെത്തിയ മാർഗങ്ങൾ കൊണ്ടൊന്നും ആ പ്രതിയോഗിയുടെ കയ്യിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ സാധ്യമല്ല. ഇത് മനസ്സിലാക്കിയ ദാവീദ് പാടുകയാ, യഹോവേ, വൈരിയുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം, വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണം. അവിടെ മനുഷ്യന്റെ സഹായം വ്യർത്ഥമാകുന്നു. 500 രൂപ ആവശ്യമുള്ള ഒരാൾക്ക് ഒരു മനുഷ്യന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന 500 രൂപ എടുത്തു കൊടുത്ത് സഹായിക്കാം. ബലഹീനനായി വീണ് കിടക്കുന്ന ഒരുവനെ ഒരു മനുഷ്യന് കരം പിടിച്ചുയർത്താം. ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും സാമ്പത്തികമോ അല്ലെങ്കിൽ ഭൗമികമായ ആവശ്യങ്ങളുടെ മുൻപിൽ മുട്ടുവന്നിരിക്കുന്ന ഒരുവനെ, മനുഷ്യന് നന്മകളുള്ളവൻ, അതിന് പ്രാപ്തിയുള്ളവന് കൊടുത്ത് അവനെ നേടിയെടുപ്പാൻ സാധിക്കും. എന്നാൽ മനുഷ്യന്റെ മുൻപിൽ നിൽക്കുന്ന നിത്യവൈരിയാകുന്ന വഞ്ചകനായ സാത്താൻ എന്ന പ്രതിയോഗിയുടെ മുൻപിൽ മനുഷ്യന്റെ പ്രാപ്തിയോ അവന്റെ ബുദ്ധിയോ അവൻ കണ്ടെത്തിയ മാർഗങ്ങളോ അവൻ ഇന്നേ വരെ അവന്റെ ബുദ്ധിയാൽ നേടിയെടുത്ത പ്രസ്ഥാനങ്ങളോ അവന്റെ ഉയർച്ചയോ താഴ്ചയോ ഒന്നും തന്നെ അവനെ അതിൽ നിന്ന് വിടുവിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ദാവീദ് പാടിയത്, യഹോവേ, വൈരികൾക്ക് നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണം. അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, ഈ കാര്യത്തിൽ മനുഷ്യന്റെ സഹായം വ്യർത്ഥമാണ്. ഒരു മനുഷ്യനും സഹായിപ്പാൻ കഴിയുകയില്ല, ഒരു വ്യക്തികൾക്കും സഹായിപ്പാൻ കഴിയില്ല. കാരണം അവന്റെ പ്രവൃത്തികൾ അത്രമാത്രം അധാർമികത നിറഞ്ഞതാണ്, അശുദ്ധികൾ നിറഞ്ഞതാണ്. മനുഷ്യ ജീവിതത്തിൽ അവന്റെ ഹൃദയത്തിൽ തിന്മയുടെ എല്ലാ വിത്തുകളും പാകി അവനെ ഒരു അശുദ്ധനാക്കി, ഒരു പ്രാകൃതനാക്കി, ദൈവമില്ലാത്തവനാക്കി തീർക്കുവാൻ ശത്രുവായ സാത്താൻ കഠിനമായി പ്രയത്നിക്കുകയാ. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ, പിശാചിന് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് അവനിങ്ങനെ തീഷ്ണതയോടെ പ്രവർത്തിക്കുന്ന ഒരു കാലമാണ്. ആ സാത്താൻ ഇന്ന് മനുഷ്യന് വിരോധമായി എന്താകുന്നു ചെയ്യുന്നത്? ആ വൈരി ഇന്ന് ലോകത്തിൽ മനുഷ്യന് വിരോധമായി എന്താകുന്നു ചെയ്യുന്നത്? വെളിപ്പാട് പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 12-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നാം വായിച്ചാൽ, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ, ഭൂതലത്തെ മുഴുവനും തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനുമാകുന്ന മഹാസർപ്പം. മതി. ദൈവത്തിന് സ്തോത്രം. ഭൂതലത്തെ മുഴുവൻ തെറ്റിക്കുകയാണ്.
സാത്താൻ എന്താണ് ചെയ്യുന്നത്? ഭൂതലത്തെ മുഴുവൻ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ എന്ന് പറഞ്ഞാൽ ഭൂതലത്തിൽ പാർക്കുന്ന സകല മനുഷ്യരെയും, മനുഷ്യന്റെ ജീവിത നിലവാരങ്ങൾ എല്ലാം തെറ്റിച്ചു കളയുവാൻ, എല്ലാം തകർത്ത് കളവാൻ തക്കവണ്ണം ഇന്ന് ശത്രുവായ സാത്താൻ ഉപായ രൂപേണ, വഞ്ചന രൂപേണ ഇന്ന് ലോകത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനൊക്കെ ദൈവത്തിന്റെ വചനം എഴുതിയപ്പോൾ ബൈബിളിൽ വ്യക്തമായിട്ട് ചില സത്യങ്ങൾ എഴുതിയിട്ടുണ്ട്. സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. ദൈവത്തിന് സ്തോത്രം. അവൻ തന്ത്രശാലിയാ, ഉപായത്തോടെ പ്രവർത്തിക്കുന്നവനാണ്. അറിയത്തില്ല, കെണിയിൽപ്പെട്ട് കഴിയുമ്പോൾ മാത്രമേ തിരിച്ചറിയൂ. അത്രമാത്രം ഉപായത്തോടെ വഞ്ചനയോടുകൂടെ മനുഷ്യ ഹൃദയങ്ങളുടെ ഉള്ളിൽ കുടിയിരുന്ന് അവനെ തിന്മകളിലേക്ക് വഴി നടത്തി ഏറ്റവും ഒടുവിൽ നിത്യ നരകാഗ്നിയിൽ, ദൈവത്തിന്റെ ക്രോധാഗ്നിയിൽ പോയി പതിക്കപ്പെടുവാൻ വേണ്ടി അവനെ വലിച്ചുകൊണ്ട് തള്ളിക്കൊണ്ടുപോകുന്ന ലോകത്തിലെ തിന്മയുടെ ശക്തിയാകുന്നു സാത്താൻ എന്ന് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 12:9 നാം വായിച്ചു കേട്ടത്, അവൻ ഭൂതലത്തെ തെറ്റിക്കുന്നവനാണ്, ലോകത്തെ മുഴുവൻ തെറ്റിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിൽ പാർക്കുന്ന മനുഷ്യവർഗത്തെ മുഴുവൻ തെറ്റിലേക്ക് നടത്തുന്നവൻ. എന്നാൽ ദൈവത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ലോകത്തിലെ സകല മനുഷ്യരും ശരിയുടെ മാർഗത്തിലേക്ക്, അഥവാ സത്യത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിച്ച് ദൈവം സത്യത്തിന്റെ പാതകളും സത്യത്തിന്റെ വഴികളും തുറന്നു തരുമ്പോൾ വഞ്ചകനായ സാത്താൻ തിന്മയുടെ പാതകളും അശുദ്ധിയുടെ മാർഗങ്ങളും മനുഷ്യന്റെ മുൻപാകെ തുറന്നുകൊടുത്ത് അവനെ തെറ്റിച്ച് കളയുകയാണ്. അവനായിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് അവനെ വ്യതിചലിപ്പിച്ച് അവന്റെ പാദങ്ങളെ തിന്മയുടെ മാർഗത്തിൽ കൊണ്ടെത്തിച്ച് അവനെ തെറ്റിച്ച് കളയുവാൻ ആഗ്രഹിക്കുന്ന ശത്രുവിന്റെ ശക്തി, അതൊരു വലിയ കൊടിയ ശക്തിയായി ലോകത്തിൽ നിലകൊള്ളുകയാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ, ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ നേരെ പോരാടുന്ന ഈ തിന്മയുടെ ശക്തികളുണ്ട്. ഈ രാത്രി ദൈവമക്കൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു വാഞ്ചയുണ്ടാകണം. യഹോവേ, വൈരിയാകുന്ന സാത്താന്റെ നേരെ എനിക്ക് സഹായം ചെയ്തു തരണമേ. ഇവിടെ മനുഷ്യന്റെ സഹായങ്ങൾ വ്യർത്ഥമാണ്. മനുഷ്യന്റെ ബുദ്ധി അവിടെ ഒരിക്കലും കടന്നു ചെല്ലുവാൻ സാധ്യമല്ല. അവൻ നേടിയെടുത്ത വിദ്യാഭിവൃദ്ധി അതിന് പ്രയോജനം ചെയ്യുന്നതല്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആകയാൽ ഇന്ന് രാത്രി നമുക്ക് ഒരേ സ്വരത്തിൽ പറയാം, സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമേ, ഭൂതലത്തിൽ മനുഷ്യന്റെ നിലവിളി കേൾക്കുന്ന ദൈവമേ, ശത്രുവായ സാത്താൻ ലോകത്തിലെ മനുഷ്യനെ വഞ്ചിക്കുമ്പോൾ അതിന്റെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണം. അതെനിക്ക് മാത്രമല്ല, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമല്ല, ഈ ദേശത്തിന് അതൊരു വിടുതലായി തീരണം. ചെങ്ങമ്മനാട് പരിസര പ്രദേശങ്ങളില് ദൈവത്തിന്റെ വിടുതലിന്റെ കരമിറങ്ങി വരുവാൻ, ദൈവത്തിന്റെ നന്മയുടെ കരമിറങ്ങി വരുവാൻ, വഞ്ചകനായ സാത്താൻ പ്രതിയോഗിയായ പിശാചിന്റെ പിടിയിൽ നിന്ന് ഈ ലോകത്തിലെ മനുഷ്യർ രക്ഷപ്പെടുവാൻ, ഈ ദേശത്ത് പാർക്കുന്ന മനുഷ്യർ വീണ്ടെടുക്കപ്പെടുവാൻ, രക്ഷിക്കപ്പെടുവാൻ നമ്മുടെ ഹൃദയങ്ങൾ തുറന്ന് നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയണം. അല്ലാതെ ദൈവവചനം കേട്ടൊരു ലാഘവത്തോടെ ഇവിടെ ഇരിക്കാതെ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം തന്റെ കരം നീട്ടി നമ്മെ സഹായിക്കും. ആഗ്രഹിക്കുന്ന ദൈവമക്കളുണ്ടോ? ഈ ദേശം വിടുവിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? നിങ്ങളുടെ ഭവനത്തിന് നന്മയും വിടുതലും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? നിങ്ങളുടെ സഭയിൽ വിരോധമായി പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തി എന്നേക്കുമായി വിട്ടോടിപ്പോകുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളുണ്ടോ? ആണെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് സ്വർഗത്തിലേക്ക് നമ്മുടെ കണ്ണുയർത്താം. ദൈവത്തെ സ്തുതിപ്പാൻ നമ്മുടെ നാവുകൾ തുറക്കട്ടെ. ഈ രാത്രികളിൽ ആഗ്രഹിക്കുന്ന ഭക്തന്മാരെ കരങ്ങൾ ഉയർത്തിയിട്ട് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവം എനിക്ക് സഹായം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ശക്തിയോടെ ഒരു ഹല്ലേലൂയ മുഴക്കിയാട്ടെ. ദാവീദ് പറയുകയാണ്, യഹോവേ, വൈരികളുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണം. മനുഷ്യന്റെ സഹായം വ്യർത്ഥമാകുന്നു. എന്താണ് ഈ വൈരി ചെയ്യുന്നത്? വെളിപ്പാട് പുസ്തകം 12:9 നാം വായിച്ചു കേട്ടു, അവൻ ഭൂതലത്തെ മുഴുവൻ തെറ്റിക്കുന്നവനാകുന്നു. മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിന്റെ 4 വാക്യത്തിലേക്ക് വരുമ്പോൾ ലോകത്തിന്റെ അന്ത്യ കാലഘട്ടത്തില്, ലോകം അതിന്റെ അവസാന ആ സമയത്ത് എത്തിച്ചേരുമ്പോൾ ലോകത്തിലെ മനുഷ്യന്റെ അവസ്ഥകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇത് മനസ്സിലാക്കിയിട്ട് ദൈവത്തിന്റെ ആത്മാവിൽ വിളിച്ചു പറയുക, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. വായിച്ചോട്ടെ 24 അധ്യായത്തിന്റെ 4 വാക്യം. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, കള്ളക്രിസ്തുക്കൾ, കള്ളപ്രവാചകന്മാർ,
അന്ത്യകാലമാകുമ്പോൾ ഞാൻ ക്രിസ്തുവെന്നും പറഞ്ഞ് അവിടെ ഒരു കൂട്ടർ, മറ്റൊരു ഭാഗത്ത് വേറൊരാൾ എഴുന്നേറ്റ് ഞാനാണ് ക്രിസ്തു, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന എത്രയോ കള്ളക്രിസ്തുക്കൾ, കള്ളപ്രവാചകന്മാർ. ദൈവത്തിന് സ്തോത്രം. ലോകത്തിന്റെ സംഭവങ്ങൾ, വലിയ ഭൂകമ്പങ്ങള്, വലിയ തിന്മയുടെ ശക്തികള്, മനുഷ്യന്റെ ജീവിതത്തിന് പ്രതികൂലമായി എഴുന്നേറ്റ് വരുന്ന പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ, ഇതൊക്കെ കണ്ട് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ കണ്ടിട്ട് യേശു പറയുക, പ്രിയമുള്ളവരെ, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളേണം. ഇന്ന് രാത്രി ദൈവമക്കളോട് പറയുക, ആത്മീകരായി ജീവിക്കുന്ന ദൈവമക്കളോട് ദൈവാത്മാവിൽ ഓർപ്പിക്കുക, ആരും നിങ്ങളെ തെറ്റിക്കരുത്. വഞ്ചകനായ സാത്താൻ മുഴുവൻ ശക്തിയോടെ ലോകത്തെ മുഴുവൻ തെറ്റിക്കുവാൻ, ലോകത്തിലെ മനുഷ്യരെ മുഴുവൻ വഞ്ചിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് അവൻ ഇങ്ങനെ നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യേശു പറഞ്ഞ വാക്ക് നമുക്ക് വിശ്വസിക്കാം, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളണം. ലോകത്തിൽ തെറ്റിപ്പോകുവാനുള്ള സന്ദർഭങ്ങളും മാർഗങ്ങളും അനവധിയായി നിലകൊള്ളുകയാണ്. മത്തായി സുവിശേഷം 24 വാക്യത്തിൽ വായിച്ചാൽ യേശു മറ്റൊരു കാര്യത്തോടെ പറയുന്നുണ്ട്, കഴിയുമെങ്കിൽ അവൻ വൃതന്മാരെ കൂടെ തെറ്റിക്കേണ്ടതിന്. വായിച്ചാട്ടെ 24 വാക്യം. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും അവിടെവിടങ്ങളിലായി അടയാളങ്ങൾ കാണും, അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാർ, പ്രതിഷ്ഠിക്കപ്പെട്ടവർ, യേശുവിന് വേണ്ടി ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടവർ. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ അങ്ങനെ സമർപ്പിക്കപ്പെട്ട ഭക്തന്മാർ കോടിക്കണക്കിന് ലോകത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവരെ കൂടെ തെറ്റിപ്പാൻ ശ്രമിക്കുന്ന കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകനും എഴുന്നേറ്റ് അവിടെവിടങ്ങളിലായി അടയാളങ്ങൾ കാണുന്നു. ഇന്ന് ദുഃഖകരമെന്ന് പറയട്ടെ, ആത്മീയഗോളത്തിലും പല അടയാളങ്ങളാണ് പലർക്കും കാണേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അടയാളങ്ങളെ കാണുമ്പോൾ അവിടെ കൂടുന്നു, ചില അത്ഭുതങ്ങൾ കാണുമ്പോൾ അവിടെ കൂടുന്നു. ജീവിതം ഏത് വഴിക്ക് പോയാലും കുഴപ്പമില്ല, ഒരത്ഭുതം കാണണം എന്നുള്ള ആഗ്രഹത്തിലാണ് പലരുടെയും പോക്ക്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു വിളിച്ചു പറയുന്നു, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവിടെവിടങ്ങളിൽ അടയാളങ്ങൾ ഉണ്ടാകുന്നു, അത്ഭുതങ്ങളെ കാണിക്കുന്ന ആളുകൾ ഉണ്ടാകുന്നു. ഇത് കാണുമ്പോൾ ശ്രദ്ധിച്ചു കൊള്ളണം, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിക്കണം. ശത്രു പ്രവർത്തിക്കുകയാ, കഴിയുമെങ്കിൽ തന്റെ വൃതന്മാരെ കൂടെ തെറ്റിപ്പാൻ അവനിങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ലോകത്തിൽ വെളിപ്പെടുത്തി കാണിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇതിന്റെ പിന്നാലെ തെറ്റിപ്പോകുന്ന വലിയ സമൂഹം, ആത്മീക ലോകവും തെല്ല് കാലിടറി അതിന്റെയൊക്കെ പിന്നാലെ ഓടിപ്പോവുകയാ. എന്തേ ഇതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ, ഒരുവൻ ദൈവത്തിന്റെ വചനത്തിന്റെ സത്യം അറിഞ്ഞിട്ടും അവൻ തെറ്റിപ്പോകുവാനുള്ള കാരണമെന്താ? വിശുദ്ധ ബൈബിളിൽ അതിന് വ്യക്തമായ ചില സാധ്യതകൾ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? മത്തായിയുടെ സുവിശേഷം 22 അധ്യായം 29 വാക്യം നാം ഒന്ന് വായിച്ചു നോക്കിയാൽ, ഒരു മനുഷ്യൻ പിശാചിന്റെ വഞ്ചനയിൽപ്പെട്ട് അവൻ തെറ്റിപ്പോകുവാനുള്ള കാരണമെന്താ? യേശു പറയുന്നു, ആരും നിങ്ങളെ തെറ്റിക്കരുത്. കഴിയുമെങ്കിൽ വൃതന്മാരെ കൂടെ തെറ്റിപ്പാൻ പിശാച് ഇങ്ങനെ ചുറ്റിത്തിരികയാൽ, ആരും നിങ്ങളെ ഒരിക്കലും തെറ്റിക്കരുത്. എന്തേ? സത്യം അറിഞ്ഞവർ പോലും തെറ്റിപ്പോകുന്നു, സത്യം അറിയാതെ മനുഷ്യർ തെറ്റിലേക്ക് പോകുന്നു. എന്താണ് ഇതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ വചനം അവിടെ ഒരു സത്യത്തെ നമ്മോട് ഓർപ്പിക്കുന്നു. വായിച്ചട്ട് 29 വാക്യം. അതിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക കൊണ്ട് തെറ്റിപ്പോകുന്നു. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികയാൽ തെറ്റുന്നു. ലോകത്തിന് തെറ്റ് സംഭവിക്കുന്നു. എന്ത് കാരണം? തിരുവെഴുത്ത് അറിയുന്നില്ല, ദൈവശക്തിയെ അവർക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നില്ല. ലോകത്തിലെ മനുഷ്യൻ പാപത്തിന്റെ തെറ്റിലകപ്പെട്ട് സാത്താന്റെ കണിയിൽ കുടുങ്ങി അവൻ ഇന്ന് നിത്യദണ്ഡനത്തിലേക്ക് പോകുവാനുള്ള കാരണം എന്താ? യേശു വിളിച്ചു പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കരുത്. പക്ഷേ ലോകത്തിലെ മനുഷ്യർ സാത്താന്റെ വഞ്ചനയിൽപ്പെട്ട തെറ്റിലേക്ക് പോകുവാനുള്ള കാരണമെന്തേ? ബൈബിൾ പറയുന്നു, യേശു വിളിച്ചു പറയുന്നു, ലോകരക്ഷിതാവ് പറയുന്നു, നിങ്ങൾ തിരുവെഴുത്ത് ദൈവശക്തിയും അറിയായികയാൽ തെറ്റിപ്പോകും. ലോകത്തിന്റെ തെറ്റിന്റെ കാരണമെന്താ? മനുഷ്യൻ അറിയേണ്ടത് അറിയുന്നില്ല. ലോകത്തിലെ മനുഷ്യന്റെ അറിവ് നോക്കിയാൽ ഏതെല്ലാം അറിവുകളാണെന്ന് ലോകത്തിൽ മനുഷ്യൻ സമ്പാദിച്ചത്. മനുഷ്യന്റെ അറിവിൽ അവൻ നേടിയെടുക്കാത്തതൊന്നുമില്ല. അറിവുകൊണ്ട് അവൻ ചന്ദ്രനിലേക്ക് പോയി, അറിവുകൊണ്ട് അവൻ ചൊവ്വായിൽ പോയി താമസമുറപ്പിച്ചു, അറിവുകൊണ്ട് അവൻ ശൂന്യാകാശത്തെ കീഴടക്കി. അവന്റെ അറിവിന്റെ മണ്ഡലം വളർന്ന് കൈയുടെ വിരൽത്തുമ്പിൽ ലോകം മുഴുവൻ അവന്റെ കൈക്കുമ്പിൽ ഒതുക്കുന്നു. ലോകത്തിലെ മനുഷ്യന്റെ അറിവ് എത്ര വലുതാ! ദൈവത്തിന് സ്തോത്രം. ലോകത്തിലെ ബുദ്ധിമാന്മാർ, ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ പഠിച്ചാൽ അവരുടെയൊക്കെ അറിവുകൊണ്ട്
ദൈവം അവർക്ക് കൊടുത്ത ജ്ഞാനം കൊണ്ട് ലോകത്തിൽ എത്ര വലിയ കണ്ടുപിടുത്തങ്ങളാണ് നടത്തിയെന്നറിയുമോ? ദൈവത്തിന് സ്തോത്രം. 21-ാം നൂറ്റാണ്ട് ഒരു കുതിച്ചുചാട്ടം നടത്തി നിൽക്കുകയാണ്. മനുഷ്യൻ ഒരു കാലത്ത് അപ്രാപ്യമെന്ന് കരുതിയ പലതിനെയും നിഷ്പ്രയാസം പിടിച്ചടക്കിയ നൂറ്റാണ്ടാകുന്നു ഇത്. മനുഷ്യന്റെ അറിവ് അത്രമാത്രം വളർന്നു. ദൈവത്തിന് സ്തോത്രം. അറിയാത്തതായിട്ടൊന്നുമില്ല. എന്നാൽ വിശുദ്ധ വേദം പറയുക, യേശു എന്ന രക്ഷിതാവ് പറയുന്നു, മനുഷ്യന്റെ ബുദ്ധിമണ്ഡലം വളർന്ന് അവൻ കണ്ടുപിടിച്ച തത്വശാസ്ത്രങ്ങളോ അവൻ കണ്ടെത്തിയ ശാസ്ത്രീയ നേട്ടങ്ങളോ വൈരിയുടെ കയ്യിൽ നിന്ന് വിടുതൽ അവന് കൊടുക്കുന്നില്ല. അവന്റെ കണ്ടെത്തലുകളും അവന്റെ ബുദ്ധിയുടെ വികാസവും കൊണ്ട് അവന് തെറ്റിപ്പോകാതിരിക്കാൻ കഴിയുന്നില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്രയോ ബുദ്ധിമാന്മാർ, എത്രയോ പ്രഗത്ഭരായ ആളുകൾ ഈ അടുത്ത സമയത്ത് ഒരാളുടെ അനുഭവ സാക്ഷി ഞാൻ കേട്ടു. ഇപ്പോഴും അങ്ങനെ തന്നെ ജീവിക്കുകയാ. സെൻട്രൽ ഗവൺമെന്റിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നല്ല ഉയർന്ന ഉദ്യോഗസ്ഥൻ, വലിയ ഒരു എഞ്ചിനീയറാണ്. തന്റെ ശമ്പളം ഏതാണ്ട് 2 ലക്ഷം രൂപയ്ക്ക് അധികം ശമ്പളം വാങ്ങുന്ന ആൾ. എന്നാൽ ഓഫീസിൽ പോയി ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ എന്നോട് പരിചയപ്പെടുത്തിയ ആൾ പറഞ്ഞ വാക്ക് പൊതുവിൽ പറയുവാൻ കൊള്ളത്തില്ല. അത്ര മോശമായ നില, തന്റെ അവസ്ഥ ലക്കില്ലാതെ വരുന്നു. വീട് ഏതാണെന്ന് അറിഞ്ഞുകൂടാ, തന്റെ വാഹനം ഏതാണെന്ന് അറിഞ്ഞുകൂടാ, ആരാണ് തന്റെ ഡ്രൈവർ എന്നറിഞ്ഞുകൂടാ, എവിടേക്ക് പോകണമെന്ന് അറിഞ്ഞുകൂടാ. ബുദ്ധിയുണ്ട്, അറിവുണ്ട്, പണത്തിന് കുറവില്ല, പദവികൾക്ക് കുറവില്ല, എല്ലാം ഉണ്ടെങ്കിലും അവന്റെ ജീവിതം തകർന്നുടഞ്ഞ് ഒരു പ്രത്യേക അവസ്ഥയിലൂടെ പോകുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഒരിക്കലും അവന് ലോകത്തിൽ അവനൊരു ജീവിതം ചെയ്യുവാൻ സാധ്യമല്ല. അവന്റെ ബുദ്ധിയുടെ വികാസത്താൽ ഒരിക്കലും അവനൊരു ജയകരമായ ജീവിതം ചെയ്യുവാൻ സാധ്യമല്ല. ദൈവത്തിന്റെ വചനം എന്താണ് പറഞ്ഞത്? നിങ്ങൾ അറിയേണ്ടത് അറിയണം. യേശു പറയുന്നു, നിങ്ങൾ തിരുവെഴുത്തിനെ അറിയുന്നില്ല, അതാണ് തെറ്റിപ്പോകുവാനുള്ള കാരണം. അടുത്തത്, നിങ്ങൾ ദൈവശക്തി അറിയുന്നില്ല, അതാകുന്നു തെറ്റിപ്പോകുവാനുള്ള കാരണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ദൂരെ നിന്ന് ഈ ശബ്ദത്തെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചു കൊള്ളട്ടെ, നിങ്ങൾ അറിയേണ്ടതിനെ അറിയേണ്ടും വണ്ണം അറിഞ്ഞാൽ സാത്താന് നിങ്ങളെ തെറ്റിപ്പാൻ സാധ്യമല്ല. ഇന്ന് രാത്രി ദൈവാത്മാവിനോട് പറയുന്നത് കൊണ്ട് പറയുക, ഈ പന്തലിൽ ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന പലരും സാത്താന്റെ ചില വഞ്ചനകളാൽ തെറ്റിപ്പോയി അവരുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്ന് അവർ അന്യം നിൽക്കുന്ന അവസ്ഥയിൽ ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം ശ്രവിക്കുകയാ. ഈ രാത്രിവേളയിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾ തിരുവെഴുത്തുകളെ അറിഞ്ഞാൽ, ദൈവശക്തി അറിഞ്ഞാൽ നിങ്ങളെ തെറ്റിക്കുവാൻ സാത്താന് സാധ്യമല്ല. വിശുദ്ധ ബൈബിളിൽ യേശു പറഞ്ഞ വാക്കാണത്. നിങ്ങൾ തിരുവെഴുത്തിനെയും ദൈവശക്തിയെയും അറിയായികയാൽ തെറ്റിപ്പോകുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ചോദിക്കും, എന്താണ് തിരുവെഴുത്ത്? തിരുവെഴുത്ത് എന്താണ്? ബൈബിൾ എന്താണ് മനുഷ്യരോട് പറയുന്നത്? വേദപുസ്തകത്തിൽ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ചില പ്രത്യേക പ്രവചനങ്ങളെ നമുക്ക് കാണാം, ചില സത്യങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. സംഭവിച്ചതും സംഭവിപ്പാനുള്ളതുമായ ചില കാര്യങ്ങളെയൊക്കെ ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ ഒരു വ്യക്തമായ ഒരു സത്യം വിളിച്ചു പറയുവാനിടയായി. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 3-4 വാക്യങ്ങൾ നാം വായിച്ചു നോക്കുമ്പോൾ ലോകത്തിൽ നടന്ന ഒരു സത്യം തിരുവെഴുത്ത് അടിസ്ഥാനമാക്കി നടന്ന ഒരു സംഭവത്തെ അപ്പോസ്തലൻ അവിടെ ഓർപ്പിക്കുക. വായിച്ചോട്ടെ 3-4 വാക്യങ്ങൾ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ന്റെ 3-4 വാക്യങ്ങളില് പൗലോസ് ശ്ലീഹ വിളിച്ചു പറയുക, യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അവൻ തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തു, അവൻ ഇന്നും ജീവനോടെ നിൽക്കുകയാണ്. യേശുനാഥന്റെ ലോകത്തിലേക്കുള്ള ആഗമനം അതൊരു യാദർച്ഛിക സംഭവമായിരുന്നില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാരുടെ പ്രവചന ഉദ്ധരണികളിൽ യേശുനാഥൻ എന്ന രക്ഷിതാവ് ലോകത്തിൽ വരുമെന്ന് പറയുകയുണ്ടായി. യേശു പൂജാതനാകുന്നതിന് 7 ശതകങ്ങൾക്കപ്പുറം യെരൂശലേമിൽ ജീവിച്ച പ്രവാചകനായ യെശയ്യാവ് ഇപ്രകാരം വിളിച്ചു പറയുകയുണ്ടായി. താൻ എന്താണ് പറഞ്ഞത്? ആ കന്യകയിൽ നിന്ന് ഒരു മകൻ ജനിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടുവാനിടയാകും. യേശു ജനിക്കുന്നതിന് 680 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന പ്രവാചകനായ മീഖ യേശുവിനെ കുറിച്ച് പറഞ്ഞു, ബേത്ലഹേം എഫ്രാത്ത എന്ന പട്ടണത്തിൽ യേശു എന്ന രക്ഷിതാവ് ജനിക്കുമെന്ന് അവൻ പ്രവചിക്കുകയുണ്ടായി. യേശുനാഥൻ ജനിക്കുന്നതിന് 480 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച പ്രവാചകനായ സഖറിയാവ് യേശു ക്രിസ്തു യെരൂശലേമിലേക്ക് ഒരു കഴുതയുടെ പുറത്ത് രാജകീയമായ ജൈത്രയാത്ര നടത്തു എന്ന് പ്രവചിക്കുകയുണ്ടായി. ഈ ഭാഗങ്ങളൊക്കെ നാം ക്രോഡീകരിച്ച് പഠിച്ചാൽ യേശുനാഥന്റെ ലോകത്തിലേക്കുള്ള വരവും അവന്റെ പ്രവർത്തനങ്ങളും യാദർച്ഛിക സംഭവമായിരുന്നില്ല.
പ്രസ്തുത സംഭവങ്ങളൊക്കെ പ്രവാചകന്മാർ നൂറ്റാണ്ടുകൾക്ക് മുന്നമേ വിളിച്ചു പറഞ്ഞ യാഥാർത്ഥ്യങ്ങളായിരുന്നു. 700 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച പ്രവാചകൻ യെശയ്യാവ് യേശു കാൽവറിയിൽ മരിക്കുമെന്ന് പറഞ്ഞു. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ലോകരക്ഷിതാവ് ഒരു മനുഷ്യന്റെ കണ്ണുകൊണ്ട് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ വിരൂപനായവൻ മരിക്കുമെന്ന് യെശയ്യാവ് പ്രവചിക്കുകയുണ്ടായി. പിൽക്കാലത്ത് അപ്പോസ്തലനായ പൗലോസ് ഈ സത്യം എടുത്തെഴുതിയപ്പോൾ പറഞ്ഞു, യേശു തിരുവെഴുത്തുകളിൻ പ്രകാരം ജനിച്ചു, യേശു തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അവൻ ഇന്ന് ഉയർത്തെഴുന്നേറ്റ് നമുക്കായി ജീവിക്കുന്നു. ഈ രാത്രിയിൽ ഈ സത്യം ചെങ്ങമനാട് ദേശം അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ രാത്രി ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ യാഥാർത്ഥ്യത്തെ നിങ്ങൾ അറിയണം എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകം ഈ സത്യത്തെ അറിയട്ടെ. യേശു ജനിച്ചുവെന്നു, പാപങ്ങളുടെ പരിഹാരത്തിനായി അവൻ ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുവെന്ന് ഹൃദയം കൊണ്ടൊരു ഭക്തൻ വിശ്വസിച്ച് ഏറ്റുപറയുന്ന നാവിന്റെ മുൻപിൽ ശത്രുവായ സാത്താൻ എത്ര വലിയ ശക്തനാണെങ്കിലും അവൻ പരാജിതനായി തല താഴ്ത്തും. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്കും ഹൃദയം കൊണ്ടത് പറയാം. എന്റെ യേശു എനിക്കായി ജനിച്ചു, എന്റെ യേശു എനിക്കായി മരിച്ചു, പാപങ്ങളുടെ പരിഹാരത്തിനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രൻ. എന്താണ് അപ്പോസ്തലൻ പറഞ്ഞത്? അവൻ തിരുവെഴുത്തുകളിൻ പ്രകാരം ജനിച്ചു. യേശു പറയുകയാ, നിങ്ങൾ തിരുവെഴുത്തുകളെ അറിയായികയാൽ തെറ്റിപ്പോകും. ലോകത്തിലെ മനുഷ്യൻ ഈ സത്യം വ്യക്തമായി അറിയുവാനിടയാകണം. യേശു ജനിച്ചത് യാദർച്ഛികമാണോ? യേശുവിന്റെ ക്രൂശമരണം യാദർച്ഛികമാണോ? അവർ ഉയർത്തെഴുന്നേറ്റത് യാദർച്ഛിക സംഭവമാണോ? ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഒരു ഭക്തനായ മനുഷ്യൻ, ഹാരി റിമ്മർ എന്ന് പറയുന്ന ഒരു ഭക്തനായ മനുഷ്യൻ, ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിരുന്ന ഒരു ഇസ്ലാമിക സഹോദരനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം യേശു എന്ന രക്ഷിതാവിനെ കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് ചില സത്യങ്ങൾ പറഞ്ഞു. ഇവർ തമ്മിൽ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറയുക, യേശു എന്ന രക്ഷിതാവ് അല്ലെങ്കിൽ ദൈവം എന്ന സത്ത ലോകത്തിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം ചോദിച്ചു, എന്താണ് വിശ്വസിപ്പാനുള്ള കാരണം? വിശുദ്ധ ബൈബിൾ, ആകാശം മാറിയാലും ഭൂമി നീങ്ങിപ്പോയാലും മാറ്റപ്പെടാത്ത വേദപുസ്തകം പറയുന്നു, യേശു എന്ന ദൈവപുത്രനൂടെ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തി. അപ്പോൾ ഇസ്ലാമിക സഹോദരൻ പറയുകയാണ്, ഞങ്ങൾ വിശ്വസിക്കുന്ന ഖുർആൻ പ്രകാരം ദൈവത്തിന് സ്തോത്രം മുഹമ്മദ് നബിയിലൂടെ ദൈവത്തിന് സ്തോത്രം ദൈവത്തെ ഞങ്ങൾക്ക് കാണുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്തതായി അദ്ദേഹം വിളിച്ചു പറയുവാനിടയായി, ദൈവത്തിന് സ്തോത്രം, പാപങ്ങളുടെ പരിഹാരത്തിനായി യേശു എന്ന രക്ഷിതാവ് മരിച്ചു എന്നുള്ള സത്യം ഞങ്ങൾ ബൈബിൾ പ്രകാരം അറിയുന്നു. അപ്പോൾ മറ്റേ സഹോദരൻ വിളിച്ചു പറഞ്ഞു, മുഹമ്മദ് നബി ഒരു മനുഷ്യന്റെ രക്ഷയ്ക്കായി അല്ലെങ്കിൽ മനുഷ്യന്റെ ഉദ്ധാരണത്തിനായി മരിച്ചു എന്നുള്ള സത്യത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ കാണുന്നു എന്ന് പറയുകയുണ്ടായി. അടുത്തതായിട്ട് അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു, ഞങ്ങളുടെ കർത്താവായ യേശു എന്ന രക്ഷിതാവ് മരണത്തെ വിട്ട് പാതാളത്തെ വിട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിന്റെ മഹിമയിൽ ജീവിക്കുന്നു, അതുകൊണ്ട് ആ ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മറ്റേ സഹോദരൻ അതിന് മറുപടി പറയാനുണ്ടായില്ല. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് നബി ഞങ്ങൾക്കായി മരിച്ചു, പക്ഷേ അതിനപ്പുറത്തുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ യാഥാർത്ഥ്യം, യേശു എന്ന രക്ഷിതാവ് ലോകത്തിൽ വന്ന് ജനിക്കുക മാത്രമല്ല, അവൻ മരിക്കുക മാത്രമല്ല, മരണപാശങ്ങളെ അറുത്തു മുറിച്ച് പാതാള ഗോപുരങ്ങളെ തകർത്ത് റോമൻ ഗവൺമെന്റിന്റെ മുദ്രകൾ തകർത്തെറിഞ്ഞ് 3-ാം നാൾ കല്ലറകളെ വിട്ട് ഉയർത്തെഴുന്നേറ്റ് അവൻ സ്വർഗാരോഹണം ചെയ്തപ്പോൾ തിരുവെഴുത്ത് നിവർത്തിയായി അവൻ ജീവിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് പറയാം, എന്റെ യേശു ജീവിക്കുന്നു. നമുക്ക് സധൈര്യം പറയുവാനിടയാകട്ടെ, രക്ഷകനായ മശിഹാ തമ്പുരാൻ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ലോകത്തിലേക്ക് വന്നത് യാദർച്ഛികമല്ലേ അല്ല, അവൻ തിരുവെഴുത്തുകളിൽ പ്രകാരം എന്ന് പറഞ്ഞാൽ വിശുദ്ധ പ്രവാചകന്മാർ വിശുദ്ധ തിരുവെഴുത്തുകളില് ആത്മാവിൽ പ്രവചിച്ച സത്യങ്ങൾ യേശു എന്ന രക്ഷിതാവിന്റെ ജീവിതത്തില് നിവർത്തിക്കപ്പെട്ടപ്പോൾ ഇന്ന് നമുക്ക് പറയാം, രക്ഷകൻ ലോകത്തിലേക്ക് വന്നു എന്റെ പാപങ്ങളെ പരിഹരിപ്പാൻ, എന്റെ അകൃത്യങ്ങൾക്ക് പരിഹാരം തരുവാൻ, എന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം തരുവാൻ യേശു എന്ന രക്ഷിതാവ് ലോകത്തിൽ ജനിച്ചു. അതൊരു സത്യമായി ലോകത്തിന്റെ മുൻപാകെ നിൽക്കുകയാ. ദൈവത്തിന് സ്തോത്രം. വീണ്ടും യേശു പറഞ്ഞത് എന്താണ്? നിങ്ങൾ ദൈവശക്തിയെ അറിയാൻ. ആ വാക്യം ഒന്നുകൂടെ വായിച്ചോട്ടെ, 22-ന്റെ 29-ാമത്തെ വാക്യം. അതിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക കൊണ്ട് തെറ്റിപ്പോകുന്നു. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികയാൽ തെറ്റിപ്പോകുന്നു എന്ന് കർത്താവ് പറയുന്നു. ഒന്നാമത്, തിരുവെഴുത്തുകളിൻ പ്രകാരം ഈശോ മശിഹാ ലോകത്തിൽ ജനിച്ചു. യേശു തമ്പുരാൻ ലോകത്തിൽ ജനിച്ചു. അത് തിരുവെഴുത്താണ്.
അതാരുടെ അഭിപ്രായമല്ല. ഏതെങ്കിലും ഒരു കോണിൽ ആരാണ്ട് നിന്ന് ഉപദേശിമാരെന്ന് വിളിച്ചു പറഞ്ഞ അഭിപ്രായമല്ല. ലോകചരിത്രം പഠിക്ക്. ഈ ലോകത്തിന്റെ ചരിത്രം വിളിച്ചു പറഞ്ഞ ചില സത്യങ്ങളുണ്ട്. ലോകത്തിന്റെ ചരിത്രത്തെ തന്നെ രണ്ട് കാലഘട്ടങ്ങളായി വെട്ടിപ്പിളർന്ന മഹാൻ ജനിക്കുന്നതിന് മുൻപേ ചരിത്രം ആരംഭിച്ച് മരിച്ചിട്ടും ചരിത്രം അവസാനിപ്പിക്കാതെ ഇന്ന് നിലകൊള്ളുന്ന വീണ്ടെടുപ്പുകാരനും രക്ഷിതാവുമായ യേശു തമ്പുരാൻ ഇന്ന് നമുക്കായി ജീവിക്കുകയാ. അതൊരു കെട്ടുകഥയല്ല, അതൊരു അഭിപ്രായമല്ല, അതൊരു യാഥാർത്ഥ്യമാ, അതൊരു സത്യമത്രേ. ആകയാൽ ആ തിരുവെഴുത്തിനെ അറിയണം. പാപത്തിന്റെ ഭാരത്താൽ പിടിക്കപ്പെട്ട് ജീവിതയാത്ര എങ്ങോട്ടൊന്ന് ലക്ഷ്യമില്ലാതെ ഞാൻ എപ്രകാരം മുൻപോട്ട് പോകൂ എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെ ഇന്ന് രാത്രിവേളയില് ഹൃദയം ഭാരത്താൽ വേദനപ്പെട്ട് എപ്രകാരം മുൻപോട്ട് പോകുമെന്ന് അറിയാതെ ജീവിച്ച് വേദനപ്പെടുന്ന ഹൃദയങ്ങളെ ഇന്ന് രാത്രി സ്വർഗം നമ്മുടെ മുൻപാകെ തുറന്ന് യേശു എന്ന രക്ഷിതാവിനെ നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിച്ചു തരികയാ. തിരുവെഴുത്തുകളിൻ പ്രകാരം ജനിച്ചു മരിച്ചടക്കപ്പെട്ട് ഉയർത്ത യേശുവിനെ അറിയുന്നുവോ? അതാണ് തിരുവെഴുത്ത് അറിയുക എന്ന് പറഞ്ഞാൽ. തിരുവെഴുത്തിൽ ഇവൻ നിറഞ്ഞു നിൽക്കുകയാ. ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപ്പാട് വരെയുള്ള 66 ഗ്രന്ഥങ്ങൾ നാം ഒന്ന് വായിച്ചു പഠിച്ചാൽ ഓരോ പുസ്തകത്തിലും മറഞ്ഞു നിൽക്കുന്ന, നിറവായി നിൽക്കുന്ന, പൊരുളായിരിക്കുന്ന ക്രിസ്തുവിനെ അവിടെ മറയപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോ ഭാഗത്ത് നോക്കിയാലും നമുക്കതിനെ കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിൽ പാമ്പിന്റെ തലയെ തകർക്കുന്ന സ്ത്രീയുടെ സന്തതിയായി പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ആരിഫും ഇസ്രായേലിൽ നിന്ന് വീണ്ടെടുപ്പ് നൽകുക. ഓരോ ഭവനത്തിനും അറക്കപ്പെട്ട ഒരു ആട്ടിൻ കുട്ടിയെ പോലെ, ഒരു കുഞ്ഞാടിനെ പോലെ, ഇങ്ങനെ ഓരോ പുസ്തകങ്ങൾ നാം വായിച്ചു പഠിച്ചാൽ യേശു എന്ന രക്ഷിതാവ് അത് പൊരുളായിരിക്കുന്നു. അവനിങ്ങനെ തിരുവെഴുത്തിൽ നിറഞ്ഞു നിൽക്കുകയാ. ഇതിന്റെ അടിസ്ഥാനം യേശുവാകുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, അവൻ തിരുവെഴുത്തുകളിൻ പ്രകാരം ജനിച്ചു, അവൻ തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അവൻ ഉയർത്തു, ഇന്നും അവൻ ജീവിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വീണ്ടെടുപ്പുണ്ട്, അതുകൊണ്ട് നമുക്ക് രക്ഷയുണ്ട്, അതുകൊണ്ട് നമുക്ക് ഉദ്ധാരണമുണ്ട്. അടുത്തതായി ബൈബിൾ പറയുന്നത്, നിങ്ങൾ ദൈവശക്തിയെ അറിയായികയാൽ തെറ്റിപ്പോകുന്നു. എന്താണ് ദൈവശക്തി എന്ന് പറയുന്നത്? റോമാലേഖനം 1-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലൻ അവിടെ മറ്റൊരു സത്യം പറയുന്നു. വായിച്ചാട്ട് 1:16. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. പറയുക, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, യഹൂദനാകട്ടെ യവനനാകട്ടെ ആരുമായിക്കൊള്ളട്ടെ, വിശ്വസിക്കുന്ന ആരാണോ അവർക്ക് അത് ദൈവശക്തിയാ. ലോകത്തിൽ ഇന്ന് ഒരുപാട് ശക്തി മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിച്ച ശക്തികളിൽ ഏറ്റവും വലുതാണ് വിദ്യുശക്തി എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് ലോകത്തിലൊരു വലിയ അത്ഭുത പ്രതിഭാസമാണ്. മാഗ്നറ്റിക് പവർ എന്ന് പറയുന്നത് മറ്റൊരു ശക്തിയാ. ദൈവത്തിന് സ്തോത്രം. ആറ്റമിക് പവർ മനുഷ്യന്റെ ബുദ്ധി കൊണ്ടുണ്ടായതാണ്. ഇങ്ങനെ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് അവൻ കണ്ടുപിടിച്ച ഒത്തിരി ശക്തികളുണ്ട്. എന്നാൽ വിശുദ്ധ ബൈബിളിൽ ഒരു ദൈവശക്തിയെ കുറിച്ച് പറയുന്നു. യേശു പറയുന്നു, നിങ്ങൾ തിരുവെഴുത്തിനെ അറിയണം, ദൈവശക്തി അറിയണം, തെറ്റിപ്പോകുകയില്ല. ഒരു ഭക്തൻ ദൈവശക്തിയാകുന്ന സുവിശേഷം അറിയുമ്പോൾ അവനെ തെറ്റിക്കുവാൻ സാത്താൻ ഒരിക്കലും സാധ്യമല്ല. എന്താണ് ദൈവശക്തി എന്ന് പറയുന്നത്? ഇവിടെ അപ്പോസ്തലൻ ഓർപ്പിക്കുക, എനിക്ക് ലജ്ജയില്ല. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, അത് യഹൂദനായാലും യവനനായാലും, വിശ്വസിക്കുന്ന ഏവനും അത് രക്ഷയ്ക്ക് ദൈവശക്തിയാകുന്നു. ഇന്ന് രാത്രിയിൽ ദൈവശക്തിയാകുന്ന സുവിശേഷം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുമ്പോൾ, ഒരു ഭക്തന്റെ ഹൃദയത്തിലേക്ക് ആ സുവിശേഷത്തിന്റെ കിരണങ്ങൾ വന്ന് വീഴുമ്പോൾ, അവനെ വിടുവിപ്പാൻ, അവനെ രക്ഷിപ്പാൻ, അവനെ ഉദ്ധരിപ്പാൻ ദൈവം സ്വർഗത്തിൽ നയിച്ച സുവിശേഷം ദൈവശക്തിയായി ഇന്ന് ലോകത്തിൽ നിലകൊള്ളുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുക. എന്താണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്? അപ്പോസ്തലനായ പൗലോസ് പറയുക, ദാവീദിന്റെ പട്ടണത്തിൽ യേശു ജനിച്ചു, അതാണ് സുവിശേഷം. ദൈവത്തിന് സ്തോത്രം. തിരുവെഴുത്തുകളിൻ പ്രകാരം ദാവീദിന്റെ പട്ടണത്തിൽ ഒരുവൻ ജനിച്ചു, യേശു ജനിച്ചു, അവൻ മരിച്ചു, അവൻ ഉയർത്തു, അതത്രേ എന്റെ സുവിശേഷം. ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്കും പറയുവാനുള്ളത് അത് തന്നെയാണ്. യേശു ജനിച്ചു, അത് ഞങ്ങളുടെ സദ്വർത്തമാനമാണ്. യേശു മരിച്ചു, അത് ഞങ്ങൾക്ക് ലോകത്തോട് പറയുവാനുള്ളൊരു സത്യമാണ്. മാത്രമല്ല, അവൻ പാതാളത്തെ വിട്ട് ഉയർത്തെഴുന്നേറ്റു, അത് ഞങ്ങൾക്ക് ലോകത്തോട് വിളിച്ചറിയിപ്പാനുള്ള ഒരു സത്യമാകുന്നു. വേദപുസ്തകം വിളിച്ചു പറയുന്നു ദൈവശക്തിയാകുന്ന സുവിശേഷം. അപ്പോസ്തലനായ പൗലോസ് പറയുക, എനിക്കതിനെക്കുറിച്ച് ലജ്ജയില്ല. ഇന്ന് രാത്രി വേളയിൽ സുവിശേഷം എന്ന യാഥാർത്ഥ്യം ലജ്ജ കൂടാതെ
ഏറ്റുകൊള്ളുന്ന ആരുണ്ടോ അവരെ ശത്രു പോരാടുന്ന അവസ്ഥയിൽ നിന്ന് അവരെ വീണ്ടെടുപ്പാൻ സുവിശേഷത്തിന് ശക്തിയുണ്ട്. ജനകോടികളെ രൂപാന്തരപ്പെടുത്തി ദൈവസ്നേഹികളാക്കി തീർത്തു. ഒരു കാലത്ത് മനുഷ്യരെ ഭക്ഷിക്കുന്ന പച്ച മനുഷ്യനെ കൊന്നു തിന്നുന്ന എത്രയോ മനുഷ്യരെ നരസ്നേഹികളാക്കി മാറ്റിയ സുവിശേഷം ഇന്നും ലോകത്തിൽ ശക്തിയോടെ നിലകൊള്ളുകയാ. ആ സുവിശേഷമാണ് നമ്മെ ദൈവത്തിന്റെ മക്കളാക്കി തീർത്തത്. ആ വചനമാണ് നമ്മെ ദൈവത്തിന്റെ ജനമാക്കി തീർത്തത് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാ. ആ സുവിശേഷം ദൈവശക്തിയായി പരിണമിക്കുന്നു. ഇനിയും കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അതിനെ കൂടെ അല്പം കൂടെ ആഴമായിട്ട് പറയുന്നു. വായിച്ചട്ടെ 18-ാമത്തെ വാക്യം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ദൈവശക്തിയാകും. ലോകത്തിൽ ഇന്ന് ഒരുപാട് പേർ ക്രൂശിന്റെ മാർഗത്തെ നിന്ദിക്കുന്നവരുണ്ട്, ക്രൂശിന്റെ മാർഗത്തെ നിരസിക്കുന്നവരുണ്ട്, അതിനെ തള്ളിക്കളയുന്നവരുണ്ട്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നാൽ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നത് അത് രക്ഷിക്കപ്പെടുന്നവന് ദൈവശക്തിയാണ്. ക്രൂശിന്റെ വചനം രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയായി അവരുടെ ജീവിതത്തിൽ നിലകൊള്ളുന്നു എന്ന് ബൈബിൾ ഓർപ്പിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഈ യാഥാർത്ഥ്യം ചുമ്മാ അത് പഠിപ്പിൽ നിന്ന് എഴുതിയതല്ല. പൗലോസ് അപ്പോസ്തലൻ ഒരു വലിയ പണ്ഡിതനായിരുന്നു, ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യനായിരുന്നു. ഗമാലിയോലിന്റെ പാദപീഠത്തിങ്കൽ ഇരുന്ന് ന്യായപ്രമാണം വളരെ വിശകലനം ചെയ്ത് പഠിച്ച ഒരു മഹാപണ്ഡിതനായിരുന്നു. തർസോസുകാരനായ ശൗൽ ക്രൈസ്തവ മാർഗത്തിന് വിരോധമായി യേശുവിന്റെ മാർഗം വിളിച്ചു പറയുന്നവരെ പിടിച്ചു കെട്ടുവാൻ, അവരെ ബന്ധിക്കുവാൻ, അവരെ പീഡിപ്പിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ട തർസോസുകാരനായ ശൗൽ യേശുവെന്ന രക്ഷിതാവിനെ വെട്ടിവിളങ്ങുന്ന വെളിച്ചത്തിലൂടെ കണ്ട് യേശുവിനെ സ്നേഹിക്കുന്നവനായി, അതിനപ്പുറം യേശുവിന്റെ മാർഗം ലോകത്ത് മുഴുവൻ ഉയർത്തുന്നവനായി തീർന്ന വിശുദ്ധ പൗലോസാണ് പറയുന്നത്, ക്രൂശിന്റെ വചനം നശിക്കുന്നവർക്ക് ഭോഷത്വമാണ്, പക്ഷെ രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ദൈവശക്തിയാകുന്നു. ദൈവത്തിന് സ്തോത്രം. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ നാം വായിച്ചാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞങ്ങൾക്ക് പറയുവാനുള്ളത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ കുറിച്ചാണ്. വായിച്ചാട്ടെ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ, ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ. ദൈവത്തിന് സ്തോത്രം. ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് പറയുക, ഞങ്ങൾക്ക് പ്രസംഗിക്കുവാനുള്ളത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്. യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ ആരായിരുന്നാലും വിളിക്കപ്പെട്ട ഏവർക്കും അത് ദൈവശക്തിയാകുന്നു. ദൈവത്തിന് സ്തോത്രം. ചിലർക്കത് ഇടർച്ചയാകുന്നു. ദൈവത്തിന് സ്തോത്രം. ചിലർക്കത് വലിയ ബുദ്ധിമുട്ടായിത്തീരുന്നു. പക്ഷേ വിളിക്കപ്പെട്ട ഏവർക്കും അത് ദൈവശക്തിയായി പരിണമിക്കുകയാ. ക്രൂശിൽ ഒരു വചനമുണ്ട്, ലോകരക്ഷിതാവ് ലോകത്തിലേക്ക് വന്ന് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഊന്നാണികളിന്മേൽ തൂങ്ങി മരിച്ചു എന്നുള്ള സത്യം അത് ലോകത്തിന്റെ മുൻപാകെ മായ്ച്ചു കളയുവാൻ കഴിയാത്തതായി നിലകൊള്ളുന്ന ഒന്നാകുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, ക്രൂശിന്റെ വചനം ദൈവശക്തിയാകുന്നു. അതുകൊണ്ടാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞങ്ങളും പ്രസംഗിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളതും അത് തന്നെയാണ്. യേശു ക്രൂശിക്കപ്പെട്ടവനാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ അനേകം പേരുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, വൈദ്യശാസ്ത്ര രംഗത്ത് കുതിച്ചുചാട്ടപരമായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ജെയിംസ് വൈ സിംസൺ എന്ന് പറയുന്ന വ്യക്തി. താൻ ഒരിക്കല് തന്റെ ജീവിതാനുഭവം ഇപ്രകാരം പങ്കുവയ്ക്കുകയുണ്ടായി. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരിക്കലും മറക്കാത്തൊരു കാഴ്ച ഇപ്രകാരം കണ്ടു. അനേകം പേർ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചുകെട്ടി ബന്ധിച്ച് നടുറോഡിൽ കൂടെ അടിച്ചു കൊണ്ടുപോകുന്നു. എന്താണതിന്റെ കാരണമെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അവൻ ചെയ്ത ചില തെറ്റുകൾക്ക് വേണ്ടി, ദൈവത്തിന് സ്തോത്രം, അവനെ മറ്റുള്ളവർ ശിക്ഷിക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. മറ്റൊരിക്കൽ എന്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് ഒരിക്കലും മറക്കാത്തൊരു കാഴ്ച കണ്ടു എന്ന് താൻ പറയുകയുണ്ടായി. അത് ഇപ്രകാരമായിരുന്നു. ഒരു കൂട്ടം ആളുകൾ ഒരു മനുഷ്യനെ പ്രത്യേകമായ നിലയിൽ വലിച്ചിഴിച്ച് വാഹനത്തിൽ ബന്ധിച്ച് വലിച്ചുകൊണ്ട് പോകുന്നു. ഞാൻ ചുറ്റും കൂടിയവരോട് ചോദിച്ചു, എന്തിനാണ് ആ മനുഷ്യൻ അങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ നടത്തിയ ചില ക്രൂരകൃത്യങ്ങൾ, കൊലപാതകവും മോഷണമൊക്കെ നിമിത്തമായി നിയമം അവനെ ശിക്ഷിക്കുന്നു. റോഡിലൂടെ അവൻ ശിക്ഷിക്കപ്പെട്ടവനായി പോകുന്നു. മറ്റൊരിക്കൽ എന്റെ യൗവന
പ്രായത്തില് ഞാൻ ഒരിക്കലും മറക്കാത്തൊരു കാഴ്ച കണ്ടു. ദൈവത്തിന് സ്തോത്രം. കാൽവറി മലമടക്കിൽ മൂന്നാണികളിന്മേൽ തൂങ്ങി ലോകരക്ഷിതാവെന്ന് പറയുന്ന, ലോക മനുഷ്യർ പലരും പറയുന്ന രക്ഷിതാവായ ക്രിസ്തു തലയിൽ മുൾക്കിരീടം വയ്ക്കപ്പെട്ടവനായി, കൈകാലുകളിൽ ആണികൾ അടിച്ച് തറയ്ക്കപ്പെട്ടവനായി, ശരീരം മുഴുവൻ അടിച്ച് മുറിവേറ്റവനായി ഈ പ്രകാരം നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. ഞാൻ ആരാഞ്ഞു, എന്തേ അതിന്റെ കാരണം? അപ്പോൾ ഞാൻ അറിഞ്ഞത് അവൻ അവന്റെ തെറ്റിനല്ല, ലോകത്തിലെ മനുഷ്യന്റെ അഥവാ എന്റെ തെറ്റിന് വേണ്ടി അവൻ ക്രൂശിലേക്ക് പോയി. എന്റെ ഹൃദയം ഉടഞ്ഞു. അന്ന് ആ ഭക്തൻ രക്ഷിക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, എന്റെ തെറ്റുകൾക്കായി ലോകത്തിലെ സകല മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷ യേശുവിന്റെ മേൽ പിതാവ് ചുമത്തുവാനിടയായി. അതാണ് ക്രൂശിന്റെ വചനം. ക്രൂശിലൊരു വചനമുണ്ട്. അല്ലാതെ പിത്തളയും കൊണ്ടും സ്വർണം കൊണ്ടും വെള്ളിയും കൊണ്ടും ചിലര് കാശ് മുടക്കാൻ വയ്യാത്തോണ്ട് പഴയ ആടാന്തയൊക്കെ അറുത്തുമുറിച്ച് തടി കൊണ്ടുണ്ടാക്കിയ കുരിശുമൊക്കെ കഴുത്തേലിട്ടുകൊണ്ട് നടക്കുമ്പോ ഈ സത്യം നിങ്ങളൊന്ന് അറിയണം. എന്താണ് കുരിശ്? കഴുത്തേലിടുന്ന വള്ളിയുടെ അറ്റത്ത് കെട്ടിയിടുന്ന ലോക്കറ്റാണോ? അല്ല. യേശുവിന്റെ ക്രൂശ് എന്ന് പറയുന്നത് ഒരു അത്ഭുത സത്യമത്രേ. ലോകമുണ്ടായ കാലം മുതൽ ഇന്ന് വരെയും ഭൂലോകത്തിൽ ഒരിടത്തു ആർക്കും കാണുവാൻ കഴിയാത്ത, കണ്ണ് നനയിക്കുന്ന, ഹൃദയമുടയിക്കുന്ന, മനസ്സ് പടയുന്ന കാഴ്ചകൾ ലോകത്തിന് സമ്മാനിച്ചിട്ട് ലോകത്തിലെ മനുഷ്യന്റെ മുൻപാകെ അവശേഷിപ്പിച്ചിട്ട് പോയ ഒരു നഗ്ന സത്യമായിരുന്നു യേശുവിന്റെ ക്രൂശ് എന്ന് പറയുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ക്രൂശ് എന്ന് പറയുന്നത് എന്താകുന്നു? മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ലോകരക്ഷിതാവ് പീഡകളേൽക്കുവാൻ, വേദനപ്പെടുവാൻ, അടിയേൽക്കുവാൻ, തകർക്കപ്പെടുവാൻ, ഉപദ്രവം സഹിപ്പാൻ, വേദനപ്പെടുവാൻ വേണ്ടി അവന്റെ ശരീരത്തെ അവൻ ഏൽപ്പിച്ചു കൊടുപ്പാനിടയായി. പടയാളികൾ അവനെ ക്രൂരമായി പീഡിപ്പിച്ചു. അടിയേറ്റ് തകർന്ന ശരീരം, രക്തം വാർന്നു പോയ ഒരൽപ്പം പോലും ബലമില്ലാത്ത ഉടലുമായി ഭാരമേറിയ ക്രൂശും വഹിച്ച ഗാൽഗുത്ത മലമുകളിലേക്ക് അവൻ കടന്നുപോയി. അവനെ പടയാളികൾ വലിച്ചിഴച്ചു കൊണ്ടുപോയി. ക്രൂശോടുകൂടെ വീണ ക്രിസ്തുനാഥനെ പടയാളികൾ കരുണ കൂടാതെ വലിച്ചിഴച്ചു. അവന്റെ ആ ശരീരം പാറക്കെട്ടുകളുടെ ചീളുകളിന്മേൽ തട്ടിച്ചിതറി രക്തം അവിടെല്ലാം ചീർതെറിപ്പാനിടയായി. അവന്റെ ശരീരത്തിൽ അടിയേറ്റ് തകർന്ന പാടുകൾ ചാട്ടവാറുകൊണ്ട് അടിച്ച് അവന്റെ പുറം മുഴുവൻ കീറുവാനിടയായി. മുള്ളുകൊണ്ട് മെടഞ്ഞ കിരീടം അവന്റെ തലയിലടിച്ചു. അത് നിമിത്തം തലമുറിഞ്ഞ് ചോര ഒഴുകുന്നു. അവന്റെ വിലാപ്പുറം മുഴുവൻ അടിച്ചു തകർക്കപ്പെട്ടു. അവന്റെ കന്നത്തിലാഞ്ഞവർ അടിച്ചു. അവന്റെ കണ്ണുകെട്ടി അവനെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. അവന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി. അവന്റെ താടിരോമങ്ങൾ അവർ പിച്ചിപ്പറിച്ചെടുത്തു. എല്ലാം കൊണ്ടും ശരീരം തകർന്നു. കണ്ടാൽ ആളല്ല എന്ന് തോന്നിക്കുമാർ ഭക്തനായ സങ്കീർത്തനക്കാരൻ മശിഹായുടെ ലോകത്തിലെ ജനനത്തിന് 1000 വർഷങ്ങൾക്കപ്പുറം നിന്ന് പാടി, ഉപക്ഷയോടെ അലറുന്ന സിംഹം പോലെ, ബാശാൻ കൂറ്റന്മാരെ പോലെ അവർ എന്നെ വളഞ്ഞു, അവർ എന്നെ ഉപദ്രവിച്ചു, അവർ എന്നെ പീഡിപ്പിച്ചു. പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞു, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനായി. നാമോ അവനെ ദൈവം അവനെ ശിക്ഷിച്ചു, ദണ്ഡിപ്പിച്ചുമിരിക്കുന്നുവെന്ന് നാം പറയുന്നു. പക്ഷേ എന്താണ് സത്യം? ലോകരക്ഷിതാവ് മനുഷ്യന്റെ പാപം മുഴുവൻ വഹിച്ചുകൊണ്ട് കാൽവറിയിലേക്ക് കയറിപ്പോയി. വേദനകൾ സഹിച്ചവൻ, പീഡകളേറ്റവൻ, ഏറ്റുവാങ്ങിയ വേദനകളുമായി പീഡനങ്ങളുമായി ഗാൽഗോഥാ മലമുകളിൽ പോയി. അവനെ ക്രൂശിന്മേൽ മലർത്തിക്കിടത്തി. അവന്റെ കൈകൾ അവർ വലിച്ചു പിടിച്ച്, കൂർത്തുമൂർത്ത കാഴ്ചപ്പാണികൾ അവന്റെ കൈമേൽ അവർ അറിഞ്ഞു ചെലുത്തി. കാലുകൾ പിണച്ചു വെച്ച് ആണികൾ അറിഞ്ഞു തറച്ചു. അവന്റെ ശരീരം ക്രൂശിന്മേൽ തറയ്ക്കപ്പെട്ടു. ഞാനുകൊണ്ടവർ ക്രൂശ് ഉയർത്തി പാറയിൽ വെട്ടിയ വിള്ളലിലേക്ക് അവർ വലിച്ചിട്ടു. യേശുനാഥന്റെ പൂവന്മൈ, അവന്റെ ശരീരം, ലോകരക്ഷിതാവ് ദൈവമായിരുന്നവൻ മനുഷ്യരോടുള്ള ആ സ്നേഹനിമിത്തമായി ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന രക്ഷിതാവ് ശരീരം മനുഷ്യർക്ക് വേണ്ടി കൊടുത്തു. രക്ഷിതാവിന്റെ ശരീരം തകർന്ന് രക്തം വാർന്നൊഴുകി. ഒരു പടയാളി ഒരു കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്തേക്ക് കുത്തി. രക്തവും വെള്ളവും പുറപ്പെട്ടു. ചരിത്രത്തിൽ ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. ലോങ്കിനസ് എന്നായിരുന്നു അവന്റെ പേര്. അവൻ ഒറ്റക്കണ്ണനായിരുന്നു. അവൻ കുന്തം വലിച്ചു വരുമ്പോൾ ആ കുന്തത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം അവന്റെ കണ്ണിലേക്ക്, കാണാതിരുന്ന കണ്ണിലേക്ക് വീണു. ആ കണ്ണ് ഉടൻ തുറന്നു. അവൻ കുന്തം വലിച്ചെറിഞ്ഞു. അലറിക്കരഞ്ഞ ആ കാൽവറിയുടെ ചുവട്ടിൽ വീണിട്ട് പറഞ്ഞു, രക്ഷിതാവേ, നിന്നെയാണല്ലോ ഞാൻ കുത്തി മുറിവേൽപ്പിച്ചത്. യേശുവിനെ കുത്തി അവൻ രക്ഷിക്കപ്പെട്ടു. ക്രൂശിൽ കിടന്ന് വേദനപ്പെടുമ്പോൾ യേശുനാഥൻ വിളിച്ചു പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണം. ഇതാണ് ക്രൂശ്. ഇതാണ് ക്രൂശിന്റെ അനുഭവം. ഈ ക്രൂശിന്റെ വചനം, സ്നേഹിത, രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയാണ്. രക്ഷിക്കപ്പെടുന്നവർക്ക്
അത് ദൈവശക്തിയാകുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. റോച്ചസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്തൊരു ബിഷപ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഫിഷർ എന്നായിരുന്നു. അദ്ദേഹത്തെ അന്നത്തെ കോടതി കൊല്ലുവാൻ വേണ്ടി വിധിച്ച് അദ്ദേഹം അതിൽ പുറത്തേക്ക് വരുന്ന സമയത്ത് ദൈവത്തിന് സ്തോത്രം അദ്ദേഹത്തോട് തന്നെ കൊല്ലുവാൻ വേണ്ടി ഉയർത്തിയിരിക്കുന്ന കഴിമരം കണ്ടിട്ട് അദ്ദേഹം വേദപുസ്തകം തുറന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഒരു നല്ല വചനം ഇപ്പോൾ എനിക്ക് തരണം. താൻ വേദപുസ്തകം തുറന്ന് പുതിയ നിയമം തുറക്കുമ്പോൾ തനിക്ക് കിട്ടിയ വചനം ഇപ്രകാരമായി: ഏകസത്യദൈവമായി നിന്നെ നീ അയച്ച ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. ഇന്ന് രാത്രി വേളയിൽ ലോകരക്ഷിതാവായി ഭൂലോകത്തിൽ ഇറങ്ങി വന്ന് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവറിയിൽ വേദനപ്പെട്ട് തകർന്ന രക്ഷിതാവായ യേശു ക്രിസ്തു മനുഷ്യനെ വീണ്ടെടുപ്പാൻ, അവനെ രക്ഷിപ്പാൻ, അവന് വേണ്ടി അടിയേറ്റ് തകർന്നവനായി ലോകത്തിൽ വന്നു. ഇതെത്ര അത്ഭുതമാണ്! യേശുവിന്റെ കാൽവറി എത്ര അത്ഭുതമാകുന്നു! ദൈവത്തിന് സ്തോത്രം. ഒരിക്കലൊരു ഭക്തൻ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്റെ നാവ് കൊണ്ട് അതെനിക്ക് വർണ്ണിപ്പാൻ സാധ്യമല്ല, എന്റെ ബുദ്ധിയിൽ എനിക്കത് ഉൾക്കൊള്ളുവാൻ സാധ്യമല്ല, എന്റെ നാവ് കൊണ്ട് എനിക്കത് പറയുവാൻ സാധ്യമല്ല. ആ ഭക്തൻ അത് കൂട്ടി എഴുതി ഒരു പാട്ടാക്കി താൻ ഇപ്രകാരം പാടുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ, ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ, ദൈവസുധൻ പശുശാലയിൽ നരനാ അവതരിച്ചതു വെറും കഥയോ, ദൈവസുധൻ പശുശാലയിൽ നരനാ അവതരിച്ചതു വെറും കഥയോ, ഭുവനമൊന്നാകെ ചമച്ചവനോ ചെറുഭവനവും ലഭിച്ചതെന്നോ, ഭുവനമൊന്നാകെ ചമച്ചവനോ ചെറുഭവനവും എന്നോ, ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ, ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ, കുരിശു ചുമന്നവൻ ഗിരിമുകളേറി പിരിച്ചു കൈകാലുകളെ അതിന്മേൽ, കുരിശു ചുമന്നവൻ ഗിരിമുകളേറി പിരിച്ചു കൈകാലുകളെ അതിന്മേൽ, ശരിക്കിരുമ്പ അണികൾ കറുപ്പതിനാ അത് സ്മരിക്കുകിൽ വിസ്മയനീയം, ശരിക്കിരുമ്പ അണികൾ അത് സ്മരിക്കുകിൽ വിസ്മയനീയം, ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ, ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ. ലോകരക്ഷിതാവ് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി താണലോകത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ യാഥാർത്ഥ്യം ഒരു മനുഷ്യന്റെ നാവ് കൊണ്ട് വർണ്ണിച്ചു തീർക്കുവാൻ സാധ്യമല്ല. എന്തേ കാരണം? ക്രൂശിന്റെ വചനം രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയാകുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾക്ക് പറയുവാനുള്ളത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ കുറിച്ച്. എന്താണ് ഞങ്ങളിത് പറയുന്നതെന്നറിയാമോ? മനുഷ്യന്റെ നിത്യവൈരിയാകുന്ന, നിത്യശത്രുവാകുന്ന സാത്താൻ മനുഷ്യനെ ബന്ധിച്ച് അവനെ നിത്യ നരകത്തിലേക്ക് തള്ളുവാൻ ആഗ്രഹിക്കുമ്പോൾ ആ സ്ഥാനത്ത് മനുഷ്യന്റെ സഹായം വ്യർത്ഥമായിരിക്കൊണ്ട് ഒരു മനുഷ്യനും അവിടെ കടന്നു ചെന്ന് മനുഷ്യനെ രക്ഷിപ്പാൻ കഴിയാത്തത് കൊണ്ട് ഇന്ന് രാത്രി ദേശത്തോട് ഞങ്ങൾക്ക് ഈ യാഥാർത്ഥ്യം പറയാതിരിപ്പാൻ തരമില്ല. യേശു ലോകത്തിൽ വന്നു, അത് തിരുവെഴുത്താകുന്നു. അത് അറിയുമ്പോൾ സാത്താൻ പരാജയപ്പെടും. അവൻ ലോകത്തിലേക്ക് വന്നത് ലോകത്തിൽ ഒരു സുവിശേഷം പ്രഘോഷിക്കുവാൻ. ആ സുവിശേഷം ദൈവശക്തിയാ. ആ സുവിശേഷം ലോകത്തിൽ പ്രചരിക്കപ്പെട്ടത് എങ്ങനെയാ? അവൻ വിളിച്ചു പറയുക മാത്രമല്ല, അവന്റെ ശരീരവും അവന്റെ ജീവനും അവന്റെ രക്തവും ലോകത്തിലെ മനുഷ്യർക്കായി നൽകി തന്നപ്പോൾ അത് ലോകത്തിലെ മനുഷ്യന്റെ മുൻപാകെ ഒരു നിത്യസത്യമായി ഇന്നും നിലനിൽക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾക്ക് പറയാം,
യേശു എന്ന സത്യം ഉൾക്കൊള്ളുന്നവന്റെ മുൻപാകെ ശത്രുവായ സാത്താൻ തകർന്ന് താഴെ വീഴും, അവൻ തലമടക്കും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുണ്ടോ? എന്റെ യേശുവിന്റെ കാൽവറിയിൽ അവൻ ചൊരിഞ്ഞ രക്തത്താൽ ശത്രു തോൽക്കുപോകും. അത് വിശ്വസിപ്പാൻ കഴിയുന്നവർ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. രാത്രി നമുക്കത് വിശ്വസിച്ച് അതിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിന്റെ പാദപീഠത്തിങ്കിൽ നിന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ യേശു ക്രൂശിക്കപ്പെട്ടവൻ, അവൻ ക്രൂശിക്കപ്പെട്ടപ്പോൾ ലോകരക്ഷിതാവിന്റെ കാൽവറി മനുഷ്യന് വീണ്ടെടുപ്പ് നൽകി എന്ന് നാം ദൈവത്തിന്റെ വചനത്തിലൂടെ വായിക്കുകയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും നാം വരുമ്പോൾ നാം ആദ്യം വായിച്ച ഭാഗത്തില് തിരുവെഴുത്തുകളെ അറിയായികയാൽ തെറ്റിപ്പോകുന്നു. വീണ്ടും നാം ദൈവവചനത്തിലേക്ക് വന്നാല് പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തില് തിരുവെഴുത്തിന്റെ മറ്റൊരു സത്യമോട് കാണാം. അതോടൊന്ന് വായിച്ചാട്ടെ. പത്രോസ് 2:6. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. തിരുവെഴുത്തിൽ കാണുന്നു. ഇതൊരു വലിയ സത്യമാണ്. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. രാത്രി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അത് വിശ്വസിക്കണം. 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് കാൽവറി മലമടക്കിൽ യേശുനാഥൻ തകർന്നു വീണപ്പോൾ മറ്റൊരു സംഭവം അവിടെ നടക്കുകയായി. അവനൊരു മൂലക്കല്ലായി തീർന്നു. സിയോനിലെ മാന്യവും വിലയേറിയതുമായ മൂലക്കല്ലായി തീർന്നു. അതുകൊണ്ട് നമുക്ക് എന്നാ പ്രയോജനം? അതിന്റെ അവസാന ഭാഗം ഒന്നുകൂടെ വായിച്ചാട്ടെ. വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുന്നവൻ ലജ്ജിക്കുകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണും. ഇന്ന് രാത്രിയിൽ നമുക്ക് ഏവർക്കും അത് വിശ്വസിപ്പാൻ കഴിയണം. തിരുവെഴുത്ത് പറയുകയാണ്, ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് ഞാൻ സിയോനിൽ സ്ഥാപിച്ചു, വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. നമ്മൾ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോ ദൈവമക്കൾ ഓരോരുത്തരും പറയണോ, എനിക്ക് വേണ്ടി രക്ഷകനായ യേശു സിയോനിലെ മൂലക്കല്ലായി തീർന്നിരിക്കുകയാണ്. അവൻ മൂലക്കല്ലായി തീർന്നത് നിമിത്തം അവനിൽ വിശ്വസിക്കുന്നവൻ ആരോ അവൻ ലജ്ജിക്കത്തില്ല. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ ഒരു വചനമുണ്ട്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിക്കത്തില്ല. ഇത് ധൈര്യമായിട്ട് പറയാൻ കഴിയുന്നവരോടുണ്ടോ? ഇത് ഇത്രയും പേര് ഇവിടെ കൂടിയിട്ടുണ്ട്. നിങ്ങളുടെ അനുഭവത്തോട് ചേർന്ന് എല്ലാവരും പറയാൻ ഞാൻ പറയുന്നില്ല. ദൈവമുഖത്ത് നോക്കിയാൽ അവൻ ലജ്ജിപ്പിക്കത്തില്ല എന്ന് ഒരു സന്ദർഭത്തിലെങ്കിലും അനുഭവം പ്രാപിച്ച ദൈവമക്കൾ മാത്രം കരങ്ങളുയർത്തി ശക്തിയോടെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാത്രം ഒരു ഹല്ലേലൂയ ഒന്ന് മുഴക്കിയാട്ടെ. എത്ര കണ്ടങ്ങളിൽ നിന്നാണ് ശബ്ദം ഉയർന്നത്? ഏറ്റുപറയുക. ഈ ഹല്ലേലൂയ പറഞ്ഞപ്പോഴുണ്ടല്ലോ സാത്താൻ ഞെട്ടിപ്പറയ്ക്കുകയാ, ശത്രു ഭയപ്പെടുകയാ. ഇന്ന് രാത്രിയില് സാത്താന്റെ മേലൊരു വലിയ ജയം ദൈവം നമുക്ക് തരാൻ പോകും. ദൈവത്തിന് സ്തോത്രം. വചനത്തെ ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നാൽ തിരുവെഴുത്ത് പറയുന്നു, വിശ്വസിക്കുന്നവൻ ലജ്ജിക്കത്തില്ല. ആരിൽ വിശ്വസിക്കണം? മൂലക്കല്ലായി സിയോനിൽ സ്ഥാപിക്കപ്പെട്ട ആരോ അവനിൽ വിശ്വസിക്കണം. ആരാണത്? യേശു എന്ന രക്ഷിതാവ്. 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് പൗലോസിന്റെ ഭാഷയില് ക്രൂശിൽ തകർന്നു വീണപ്പോൾ പ്രവാചകന്മാർ തിരുവെഴുത്തില് മുന്നരച്ചതുപോലെ യേശു തമ്പുരാൻ കാൽവറിയിൽ തകർന്നപ്പോൾ സംഭവിച്ചതെന്തേ? അവൻ സിയോനിലെ മൂലക്കല്ലായി സ്ഥാപിക്കപ്പെടുകയായിരുന്നു. അന്നത്തെ റോമാ ഗവൺമെന്റിന്റെ പട്ടാളക്കാർ പറഞ്ഞു, അവനെ ഞങ്ങൾ കൊന്നൊടുക്കിയെന്ന് പറഞ്ഞു, അവന്റെ മാർഗം തീർന്നുപോയെന്ന് പറഞ്ഞു. എന്നാൽ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവരുണ്ടാക്കി വെച്ച കല്ലറയുടെ കല്ലൊക്കെ പൊട്ടിത്തെറിച്ച യേശു തമ്പുരാൻ പുറത്തേക്ക് വന്നു. അവൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ ഗവൺമെന്റ് വ്യാകുലപ്പെടാൻ തുടങ്ങി. അന്നത്തെ ഭരണകൂടം മൊത്തത്തിൽ കറങ്ങാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാനൊരു സത്യം പറയട്ടെ, ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ശത്രുവിന്റെ ശക്തികൾ വീണ്ടെടുക്കപ്പെട്ട ഒരൊറ്റ ദൈവവൈദ്യന്റെ മുൻപിൽ പരാജയപ്പെടും. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവർക്ക് സാധ്യമാ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ദൈവമക്കളായ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം വിശ്വാസം എന്നുള്ളതാ. എപ്രകാരം മനുഷ്യന് വിശ്വാസിക്കുക? വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്തിലൂടെയും വരുന്നു. എപ്രകാരമാണ് ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നത്? ഒരു കേൾവി ഉണ്ടാകണം. എന്താണ് അവൻ കേൾക്കേണ്ടത്? മനോരമ ന്യൂസിനകത്തുള്ള വാർത്തയല്ല അവൻ കേൾക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. പിന്നെ 7 മണിക്ക് ഏഷ്യാനെറ്റിൽ കാണുന്ന സീരിയലിനകത്തെ കഥയല്ല. ഇന്ന് പല സഹോദരിമാരും ദൈവമക്കളെന്ന് പറയുന്ന പല സഹോദരിമാരും വീടിന്റെ പുറത്ത് പലരും സ്റ്റീൽ ഡ്രസ് ചെയ്യുന്ന പോലെ വലിയൊരു ചരുവം കൊണ്ട് വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൂരെ നിന്ന് നോക്കിയാൽ ജലസംഭരണി പോലിരിക്കും. അതിങ്ങനെ മലത്തി വെച്ചിരിക്കുകയാണ്. ഒരു 399 ചാനൽ കിട്ടാൻ ഭാഗ്യം
ഭാഗത്തിന് ഒരു റിമോട്ട് കൺട്രോളുമായിട്ട് 7 മണി മുതൽ ഒരാൾ സൂര്യയുടെ മുമ്പില്, വേറൊരാൾ ഏഷ്യ നെറ്റിന്റെ മുമ്പില്, വേറൊരാൾ പിന്നെ ഓരോരോ ടിവികളുടെ മുമ്പില് ഇങ്ങനെ ഇരുന്ന് അതിനകത്തൂടെ കേൾക്കുന്ന സീരിയലിന്റെ കഥയല്ല. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനം. വചനത്തെ കേൾക്കുമ്പോൾ അവിടെ ദൈവശക്തി ഉണ്ടാകും. വിശുദ്ധ ബൈബിളിലും ചില സംഭവങ്ങൾ പറയുന്നുണ്ട്. അവർ വചനം കേട്ടുകൊണ്ടിരിക്കയിൽ അവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. അവർ വചനം കേട്ടുകൊണ്ടിരിക്കയിൽ ദൈവപ്രവൃത്തി അവരുടെ മധ്യേ വെളിപ്പെട്ടു. ഇന്ന് രാത്രിയിലും അത് സംഭവിക്കട്ടെ. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു എന്ന് ദൈവവചനം പറയുക. അപ്പോൾ ഒരു ദൈവവൈതന്റെ ഈ ലോകത്തിലെ ജീവിതം വിശ്വാസത്താലാകുന്നു. 2 കൊരിന്ത്യർ 5:7 ആ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുക, ഞങ്ങൾ ജീവിക്കുന്നത് കണ്ടുകൊണ്ടല്ല. വായിച്ചാട്ടെ 5:7 വാക്യം. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. കാഴ്ചയാലല്ല ഞങ്ങൾ നടക്കുന്നത്, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും ഞങ്ങൾ കാഴ്ചയാൽ നടക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ പറയുക, we walk by faith not by sight. ഒന്നും കണ്ടിട്ടല്ല ജീവിക്കുന്നത്. ഒരു ദൈവവൈതലിന്റെ ജീവിതം കാഴ്ചകളാലല്ല, കണ്ടുകൊണ്ട് ജീവിക്കരുത്. ഒന്നും കേട്ടുകൊണ്ട് നാം ജീവിക്കരുത്. അപ്പോസ്തലൻ പറയുന്നു, കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ നാം ജീവിക്കുന്നത്. വലിയ ചെലവില്ല, ഒരു ചെലവുമില്ല. ശത്രു നമ്മുടെ മുൻപാകെ തോൽക്കുവാൻ നാം തീർത്ഥയാത്രകൾ നടത്തണമെന്നില്ല. അതിന് നേർച്ച കാഴ്ചകൾ അർപ്പിക്കണമെന്നില്ല. ഹൃദയത്തിലേക്ക് വിശ്വാസത്തിന്റെ വിത്തുകൾ വീഴുമ്പോൾ അതവിടെ കളർന്ന് വളർന്നു വന്നാൽ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. വിശ്വാസത്താൽ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില അത്ഭുതങ്ങളുണ്ട്. ഒന്ന്, ഒരു ദൈവപൈതൽ വിശ്വാസത്താൽ ജീവിക്കുക. അവന്റെ മുൻപിലെ സകല ആവശ്യങ്ങളും വിശ്വാസത്താൽ നടക്കും. ദൈവത്തിന്റെ വചനം പറയുക. അടുത്തത് ദൈവത്തിന്റെ നീതി. ദൈവം നീതിമാനെന്നൊരുവൻ വിശ്വസിക്കുമ്പോഴാണ് അവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ നീതി പ്രവർത്തികൾ നടക്കുന്നത്. റോമാലേഖനം 1:17 ഒന്ന് വായിച്ചട്ടെ. റോമർ 1:17. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും സംഭവിക്കുന്നു. അടുത്തത്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവത്തിന്റെ നീതി ഒരു മനുഷ്യൻ നടക്കുന്ന വിശ്വാസത്താലാണ്. മനുഷ്യ ജീവിതത്തിൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ നീതിയെ കണ്ടിട്ടില്ലേ? ദൈവത്തിന് സ്തോത്രം. ചില പ്രത്യേക സമയത്തൊക്കെ നമ്മൾ നമ്മുടെ രീതിയിൽ തന്നെ പലതും കാണാറുണ്ട്. ആരും ചിന്തിക്കാത്തവർ, ആരും പ്രതീക്ഷിക്കാത്തവരൊക്കെ പെട്ടെന്ന് ചില പ്രത്യേക സ്ഥാനങ്ങളിലേക്കൊക്കെ വരുന്നത് കാണുമ്പോൾ അപ്പുറത്ത് നിന്ന് അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം? ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ നീതി വിശ്വാസത്താൽ സംഭവിക്കുകയാണ്. ദൈവം നീതിമാനാണ്. അവൻ നീതിയോടെ നമ്മെ ഉയർത്തും. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളിൽ ആരെങ്കിലും മറ്റുള്ളവരുടെ ഉപദ്രവത്താല്, മറ്റുള്ളവർ നിങ്ങളെ വേദനപ്പെടുത്തി, നിങ്ങളെ തള്ളിക്കളഞ്ഞ്, നിങ്ങളെ ഒന്നിനും കൊള്ളുകയില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ തള്ളിക്കളഞ്ഞ് ഉപേക്ഷിച്ച് ആരുടെയും മുമ്പിൽ നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരായി എന്ന് മുദ്ര കുത്തുന്ന സംഭവങ്ങൾ, അതിന്റെ കയ്പുനീര് കുടിച്ചിട്ടുള്ളവരുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പേടിക്കേണ്ട. ദൈവത്തിന്റെ നീതി ഒരു ദിവസം നിങ്ങളെ തേടി വരും. അന്ന് മറ്റുള്ളവർ ലജ്ജിക്കും. എന്താണ് ഞാൻ അതിനെ ബന്ധപ്പെടുത്തി പറയുന്ന വചനം? അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരാകും, അവരുടെ മുഖം ലജ്ജിച്ചു പോകയില്ല. ഇന്ന് രാത്രി വേളയിൽ എന്നെ കേൾക്കുന്ന വാത്സല്യ സ്നേഹിത, നിന്റെ നോട്ടം ഉയരങ്ങളിലേക്കായിരിക്കണം. ഒരിക്കലും ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ സ്വസ്ഥതയോടെ ജീവിക്കുന്നത് കണ്ടിട്ട് അനേകം പേർ തന്റെ അടുക്കൽ ഒന്നിച്ചു കൂടിയിട്ട് ചോദിച്ചു, സ്നേഹിത, എന്താണ് നിന്റെ ഈ സ്വസ്ഥതയുള്ള ജീവിതത്തിന്റെ കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ ജീവിതത്തിൽ എന്ത് കാര്യം വന്നാലും ഞാൻ ആദ്യം ഉയരങ്ങളിലേക്ക് നോക്കൂ, അവിടെയാണ് എനിക്ക് ചെന്നെത്തേണ്ടത്. അതിനുശേഷം ഞാൻ ഭൂമിയിലേക്ക് നോക്കൂ. അപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് എന്നെ കുഴിച്ചു മൂടുന്ന ഒരു 6 അടി മണ്ണ് മാത്രമാണ്. പക്ഷെ ഞാൻ ഉയരങ്ങളിലേക്ക് നോക്കുമ്പോഴോ വിശാലമായി കിടക്കുന്ന സ്വർഗത്തിന്റെ വാതിൽ ഞാൻ അവിടെ കാണുകയാണ്. അടുത്തതായി ഞാൻ എന്റെ ചുറ്റുപാടുകളിലേക്ക് മറ്റുള്ളവരെ നോക്കുമ്പോൾ എന്നേക്കാൾ വേദനപ്പെട്ടവർ, എന്നേക്കാൾ ദുഃഖിക്കുന്നവർ, എന്നേക്കാൾ കഷ്ടപ്പെടുന്ന എത്രയോ ആയിരങ്ങൾ എന്റെ ചുറ്റിലുമുണ്ട്. അവരെ നോക്കുമ്പോൾ ദൈവമേ, എന്നെ ഇങ്ങനെ നടത്തുന്നല്ലോ, ഇതിൽ ഞാൻ ആശ്വസിക്കൂ. ഇതൊരു ദൈവഭക്തന്റെ ഹൃദയത്തിലുണ്ടാകണം. ആവശ്യം വരുമ്പോൾ ഉയരത്തിലേക്ക് നോക്കണം. കണ്ണുപറിച്ച് 4 വഴിക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഒരിക്കൽ യേശുവിന്റെ ശിഷ്യനായ പത്രോസ് പടകിൽ മേൽ ഇങ്ങനെ പോകുമ്പോൾ തിരമാല ഇളകി പടക് ഇപ്പം മുങ്ങും. ആവുന്ന പണി 56 നോക്കി ഇനി അവസാനം ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവേ, ദേഹം തേകി ആത്മാവൊക്കെ നമ്മൾ ചില വീടുകളിലൊക്കെ പോയാൽ മരിക്കാൻ തുടങ്ങുന്ന ചില ആളുകളെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ പത്രോസ് ഏൽപ്പിച്ചു കൊടുത്താണ്. ഇനിയും വരുന്ന വരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ രാത്രിയുടെ 4-ാം യാമത്തിൽ കടലിന്റെ മീതെ ഒരുവനത് നടന്നു വരികയാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെയും മറ്റൊരു സംഭവം. നടന്നു വരുന്ന യേശുവിനെ കണ്ടപ്പോൾ പത്രോസ് വിളിച്ചു പറയാം, ഭൂതം വരുന്നെന്ന്. ഇന്ന് പലരെ രക്ഷിക്കാൻ ഒടേ തമ്പുരാൻ ഇറങ്ങി വന്ന അവർ പറയും,
ഭൂതമാണെന്ന് പറഞ്ഞു കളയൂ. അങ്ങനെയൊക്കെയുള്ള കാലമാ. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ യേശുവാകുന്നു. പത്രോസ് നോക്കി അവന്റെ കണ്ണിലേക്ക്, നീ യേശുവാകുന്നുവോ? അവർ പറഞ്ഞു, അതെ. എന്നാൽ എനിക്കും വെള്ളത്തിൽ നടക്കണം. പത്രോസ് എടുത്തിയാട്ടക്കാരനായതുകൊണ്ട് എന്ത് കാര്യം ആര് കാണിച്ചാലും പുള്ളിക്കുന്നു അത് ചെയ്യണോ? അപ്പൊ യേശു പറഞ്ഞു, പോരെ. യേശുവിന്റെ കണ്ണുകളിലേക്ക് തുറച്ചു നോക്കി പത്രോസ് വെള്ളത്തിലേക്ക് കാലെടുത്തു വെച്ചു. നല്ല തേക്കിന്റെ പലകെ ചവിട്ടുന്ന പോലെ ഇരിക്കുന്നത്, താഴ്ന്നില്ല. 10 ചുവട് അങ്ങോട്ട് നടന്നപ്പോൾ പത്രോസിന് തോന്നി, ഇത് ആരെ കൊണ്ടാ പറ്റാത്ത, എല്ലാരെ കൊണ്ട് ഈസി അല്ലേ, വളരെ സിമ്പിൾ, വെരി സിമ്പിൾ എന്നൊക്കെ പറഞ്ഞു ചുറ്റിലും നോക്കിയപ്പോൾ പതിയെ താഴാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാ പറയുന്നത്. അവൻ കാറ്റ് കണ്ട് പേടിച്ചു തുടങ്ങുകയാൽ അവൻ വിളിച്ചു, യേശുവേ എന്നെ രക്ഷിക്കണം. ഇന്ന് രാത്രി വേളയിൽ ഏതെങ്കിലും കാറ്റുകളെ കണ്ട് പേടിച്ച് നിങ്ങളുടെ നരിയാണികൾ മുങ്ങിപ്പോകുന്നെങ്കിൽ അലറി വിളിക്ക്, യേശുവേ എന്നെ രക്ഷിക്കണമേ. പറയുന്ന മാത്രയിൽ യേശു എന്താ ചെയ്തത്? ഉടൻ ഒരു ദിവസം ഏതായാലും അവന് ചെറിഞ്ഞെളിഞ്ഞവനല്ലേ, 2 ഗോള് വെള്ളം കുടിച്ചിട്ട് അവനെ പിടിക്കാമെന്ന് യേശു പറഞ്ഞില്ല. ഉടൻ കൈ നീട്ടി അവനെ പിടിച്ചു, അവനെ ഉയർത്തി. ഇന്ന് രാത്രി വേളയിൽ ദൈവത്തിന്റെ നീതി നിന്റെ മേൽ വിശ്വാസത്താൽ സംഭവിക്കൂ. നീ ദൈവത്തിലേക്ക് നോക്ക്, ഉയരങ്ങളിലേക്ക് നോക്കിയിരുന്നാട്ട് ഒരു ദിനം ദൈവത്തിന്റെ നീതി നിന്റെ മുൻപാകെ വന്ന് നിൽക്കൂ. അന്ന് നീ മറ്റുള്ളവരുടെ മുമ്പാകെ മാനിക്കപ്പെടൂ. ഇന്നൊരു പക്ഷേ നിനക്ക് നിന്നയായിരിക്കാം, ഇന്ന് നിനക്ക് അപമാനമായിരിക്കാം. നിന്നെ പഴിക്കുന്നവ, നിന്നെ ഉപദ്രവിക്കുന്നവ, നിന്നെ ദൂഷിക്കുന്നവ, നിന്റെ പേര് കെടുത്തുവാൻ ശ്രമിക്കുന്നവ ആരും വന്നുകൊള്ളട്ടെ. കൊടുങ്കാറ്റുകൾ വരട്ടെ, പെരുങ്കാറ്റുകൾ വരട്ടെ, ഈ ശാനമൂലൻ കാറ്റുകൾ വരട്ടെ. ഒരു ദൈവ പൈതൽ യേശുവിലേക്ക് നോക്കണം. ഒരു ദിവസം ദൈവത്തിന്റെ നീതി ഇറങ്ങി വരൂ. നിന്നെ താഴ്ത്തിയവർ നിന്നെ ഉയർത്തു, നിന്നെ താഴ്ത്തി പറഞ്ഞവർ നിന്നെ പുകഴ്ത്തി പറയൂ. അത് സംഭവിക്കൂ. അത് യാഥാർത്ഥ്യമാണ്. അത് ദൈവത്തിന് നീതിയാ. ദൈവം നീതിമാനാണെങ്കിൽ അത് ചെയ്തിരിക്കും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് തള്ളപ്പെടലുകൾ, ഉപേക്ഷിക്കപ്പെടുന്ന അവസ്ഥ ഒക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെട്ടു പോകണ്ട കേട്ടോ. തമ്പുരാൻ കരുതുന്നവനാ. ദൈവത്തിന്റെ വചനത്തിൽ എന്താണ് നാം വായിച്ചു കേട്ടത്? ദൈവത്തിന് നീതി വിശ്വാസത്താൽ സംഭവിക്കുന്നു. അടുത്തത്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കൂ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. തിരുവെടുത്താ പറയുന്നത് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അത് 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറഞ്ഞു. എഫേസ്യർ 3-ാം അധ്യായം 12-ാം വാക്യം വായിച്ചാൽ, അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. അവന്റെ വിശ്വാസത്താൽ, അവങ്കലുള്ള വിശ്വാസത്താൽ 2 കാര്യങ്ങൾ ലഭിക്കുന്നു. ഒന്ന് ധൈര്യം, മറ്റൊന്ന് പ്രവേശനം. ഇന്ന് രാത്രിയിൽ അധൈര്യപ്പെട്ടവരായിട്ട് ആരെങ്കിലും ഇരിക്കുന്നു, അധൈര്യമുള്ളവരായിട്ട് ആരെങ്കിലും ഇരിക്കുന്നു, അവങ്കിൽ വിശ്വസിച്ചാട്ട്, അവനിൽ ആശ്രയിച്ച് അവങ്കിൽ വിശ്വസിച്ചാൽ ധൈര്യമുണ്ട്. ചില ആഴ്ചകൾക്ക് മുൻപ് ഞാനായിരിക്കുന്ന സഭയിൽ ഒരു യവനക്കാരൻ, നല്ലൊരു ബിസിനസ്സുകാരൻ, വലിയ സമ്പന്നനായ മനുഷ്യൻ, തനിക്ക് ജീവിപ്പാൻ ഇഷ്ടംപോലെ സൗകര്യമുണ്ട്, അവിടുത്തെ വലിയ വില കൂടിയ ഒരു ഫ്ളാറ്റിൽ താൻ താമസിക്കുന്നു. അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഒന്ന് വീട്ടിൽ വന്ന് എന്റെ റൂമിൽ ഒന്ന് പ്രാർത്ഥിക്കണം. എന്തിനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ അവിടെ ചെന്നു, അല്പസമയമൊക്കെ സംസാരിച്ച് വെള്ളം കുടിച്ച് പോരാൻ നേരത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്റെ മുറിയിൽ വന്ന് പ്രാർത്ഥിക്കണം. ഞാൻ മുറിയിലേക്ക് ചെന്ന് അദ്ദേഹം മുറിയുടെ കതവ് കുറ്റിയിട്ടിട്ട് അദ്ദേഹം എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇരുന്നിട്ട് തന്റെ ഉടുപ്പൊക്കെ മാറ്റി തന്റെ കൈയെണ്ണെ കാണിച്ചു. കയ്യിലെല്ലാം ഭയങ്കര മുറിവുകൾ, എല്ലാം ഇങ്ങനെ മാന്തി പൊളിച്ചു വെച്ചേക്കുന്ന പോലെ മുറിവുകൾ. എന്താണെന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹം പറയുകയാണ്, ഒരാഴ്ചയായി ഞാൻ ഉറങ്ങിയിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറങ്ങുമ്പോൾ ആരോ എന്നെ കൊല്ലാൻ വരുന്നത് പോലെ ഒരു തോന്നൽ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കയ്യിലും കാലിലും എല്ലാം മുറിവാണ്. രക്തം എന്റെ കട്ടിൽ മുഴുവൻ കിടക്കുന്നു. രക്തം വരേണ്ട ബെഡ്ഷീറ്റൊക്കെ എന്നെ കാണിച്ചു തന്നു. ഞാൻ വിചാരിച്ചത് എന്തൊരു അത്ഭുതം, മനുഷ്യരാരും ഇവിടെ ഇല്ലല്ലോ, പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിലായി, ഒരു ദുഷ്ടനായ സാത്താൻ തന്നെ ആക്രമിക്കുകയാ. എനിക്കത് വ്യക്തമായി ബോധ്യമായി. ദൈവത്തിന് സ്തോത്രം. സംഭവിച്ചതെന്ന് അറിയാമോ? ഒരു പിശാച് സാത്താൻ തന്നെ ആക്രമിച്ചിട്ട് തന്റെ ശരീരം ഉപയോഗിച്ച് തന്നെ അദ്ദേഹത്തിന്റെ ശരീരമെല്ലാം മാന്തി പൊളിക്കുകയാ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പക്ഷേ ഇദ്ദേഹം അത് അറിയുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു ചാവല്യം ആ മനുഷ്യൻ കാണിക്കാൻ തുടങ്ങി. തന്റെ കൈയൊക്കെ മാന്തി പൊളിക്കുന്ന അവസ്ഥ എനിക്ക് മനസ്സിലായി. ഒരു കൊടിയ പിശാചിവനോട് പോരാടുകയാ. ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആ യവനക്കാരനെ മുട്ടുകുത്തി ഞാൻ ആ മുറിയുടെ ചുറ്റിലും നടന്നു. ഭിത്തിയോട് ചേർന്ന് നടന്ന് യേശുവിന് രക്തം കൊണ്ട് ആ മുറിയെ മുദ്രയിട്ട് പ്രാർത്ഥിച്ചു. ഏതാണ്ട് 1 മണിക്കൂർ, അരമണിക്കൂറോളം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് രക്തത്തിൽ മുദ്രയിട്ടു. ആ സഹോദരന്റെ കട്ടിലും ആ സഹോദരനെയും എല്ലാം രക്തത്തിൽ മുദ്രയിട്ട് പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം രാവിലെ വിളിച്ചു. ഒരു 5-6 മണിയായപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററേ, കഴിഞ്ഞ രാത്രിയിൽ സമാധാനത്തോടെ ഞാൻ ഉറങ്ങി. എനിക്ക് വലിയ സന്തോഷം തോന്നിയിട്ട് ഞാൻ പറഞ്ഞു, ഇത് സംഭവിച്ചെന്നറിയാമോ? നിന്നെ വീണ്ടെടുത്ത് നിന്റെ യേശുവിന്റെ രക്തത്തിന്റെ ഉള്ളിലായിരുന്നില്ല നീ ഇന്ന് വരെ. അതുകൊണ്ടാണ് ശത്രു നിന്നെ വേട്ടയാടിയത്. ഇന്ന് രാത്രിയിൽ അങ്ങനെയുള്ള ശത്രുവിന്റെ പീഡകളുണ്ടോ? ഈ രാത്രിയിൽ യേശുവിന്റെ രക്തം നിന്നെ ശുദ്ധീകരിച്ച് നിന്റെ ഹൃദയത്തെ കഴുകി നിന്റെ ശരീരത്തെ മുദ്രയിട്ട് നിന്റെ ഭവനത്തെ
രക്തത്തെ ചുറ്റി വളഞ്ഞാൽ നിന്നെ അലട്ടുന്ന ശത്രു അവൻ എത്ര വലിയവനുമാകട്ടെ, അവൻ തകർന്നു പോകും. വിശ്വസിക്കുന്നവരുണ്ടോ? യേശുവിന്റെ രക്തത്തിന്റെ വില സാക്ഷിയില്ല. സഹോദരൻ പറഞ്ഞു കേട്ടില്ലേ, താൻ ബലഹീനനായിരുന്നു, ബലഹീനപ്പെട്ടു, പക്ഷേ യേശുവിന്റെ രക്തം ഇങ്ങനെ ഒഴുകി വരുന്നത് പോലെ തോന്നി, ശരീരത്തിലേക്ക് വന്നു, സുഖം പ്രാപിച്ചു, എഴുന്നേറ്റു നിന്നു. ഇന്ന് രാത്രി വേളയിൽ ആ രക്തത്തിന്റെ ശക്തി നമ്മെ ശുദ്ധീകരിക്കും എന്ന് വിശ്വസിക്കുന്നവരുണ്ടോ? ഒരിക്കൽ കൂടെ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മുടെ യേശുവിന്റെ രക്തം നമ്മെ സൗഖ്യമാക്കുന്നതാ. നമുക്ക് ധൈര്യം തരൂ. ഏതെങ്കിലും തരത്തിലുള്ള അധൈര്യമുണ്ടോ, ഭയമുണ്ടോ, ഇരുട്ടിനെ പേടിയുണ്ടോ, പിശാചിനെ പേടിയുണ്ടോ, രക്തം കാണുമ്പോൾ ഭയമുണ്ടോ? ഇന്ന് രാത്രിയിൽ യേശു നിനക്ക് ജയം കൽപ്പിക്കുക. അത് ശത്രുവിന്റെ ഒരു തന്ത്രമാകുന്നു. നിന്നെ ഭയപ്പെടുത്തുന്നവനാണ് പിശാച്. ഇന്ന് രാത്രി യേശു നിനക്ക് ധൈര്യം തരിക. സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം, ആ സിംഹാസനത്തിൽ നിന്ന് നിനക്ക് ധൈര്യം നൽകുന്ന ശബ്ദം. നീ ധൈര്യമായി പൊയ്ക്കൊള്ളുക, നീ ധൈര്യമായി പൊയ്ക്കൊള്ളുക. ശത്രു നിന്നെ ഇനിയും വേട്ടയാടുകയില്ല. അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും നമുക്ക് പ്രവേശനം ലഭിക്കുകയും. നാലാമത് പത്രോസിന്റെ 1 ലേഖനം 5:9 ആ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. വായിച്ചാട്ട് 9-ാമത്തെ വാക്യം. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. നമുക്ക് പോരാട്ടമുള്ള, നമ്മോട് പോരാടുന്ന ദുഷ്ടന്റെ ശക്തികളിൽ നിന്ന് ജയമെടുപ്പാൻ നമുക്ക് കഴിയണമെങ്കിൽ വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി എതിർക്കണം. ചിലർക്ക് എതിർക്കാൻ അറിയാം. അതാരോടാണെന്ന് ചോദിച്ചാൽ മാതാപിതാക്കളോട് എതിർക്കുന്നവർ, പിന്നെ കുട്ടികളോട് എതിർക്കുന്നവർ, ചിലർ നാട്ടുകാരോട് എതിർക്കും. ഇതൊക്കെ കഴിഞ്ഞ് ചിലര് സഭാ നടത്തിപ്പുകാരോട് എതിർക്കുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവജനം പറയുന്നത് അവനോട് എതിർക്കണം. ആരാണ് ഈ അവനെന്ന് പറയുന്നത്? ആ വഞ്ചകനായ പിശാച്. എങ്ങനെ എതിർക്കാൻ സാധിക്കും? ദൈവത്തിന് സ്തോത്രം. തിരുവെഴുത്ത് പറയുക, വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കുമ്പോൾ നമുക്കൊരു ജയമുണ്ടാകും. ചിലരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ വലിയ വിശ്വാസം കൂടുമ്പോൾ ഉപവാസ പ്രാർത്ഥന മുടക്കത്തില്ല, ബൈബിൾ ക്ലാസ് മുടക്കത്തില്ല, കാത്തിരിപ്പത്തിന് 5:45 വരൂ. അന്ന് വലിയ ഉണർവ്. അടുത്ത ആഴ്ച വിശ്വാസം എല്ലാം പോകും. പിന്നെ സഭായത്തിന് വരുന്നത് 11:15. അപ്പൊ ഈ വിശ്വാസം കൊണ്ട് പിശാച് വിട്ടുപോകത്തില്ല. ദൈവജനം പറയുക, വിശ്വാസത്തില് സ്ഥിരമുള്ളവരായി അവനോട് എതിർക്കണോ. ഹൃദയത്തിൽ ഉറപ്പുള്ള ഒരു വിശ്വാസം വേണം. എപ്പോഴും പറയണോ, ശത്രു തോറ്റുപോയവനെന്ന് ഏറ്റു പറയാനുള്ള ധൈര്യം വേണം. ദൈവത്തിന് സ്തോത്രം. ഒരിക്കല് ഒരാൾ സാത്താനെ ഇറക്കാനായിട്ട് പോയി. സാത്താൻ കയറിയ ആളിനോട് ചോദിച്ചു, എന്താടാ നിന്റെ പേര്? ഒരു വല്ലാത്ത പേര് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ഇറക്കാൻ ചെന്ന ആള് പറയും, ചുമ്മാ അറിയാൻ ചോദിച്ചതേ ഉള്ളൂ, പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ പോയേക്കാമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സാത്താന്റെ പേര് കേൾക്കുമ്പോഴേ ചിലർക്ക് പേടിയാ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി അങ്ങനെ പേടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവനോട് എതിർക്കാനും കഴിയത്തില്ല, അവനെ തോൽപ്പിക്കാനും സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. അവന്റെ പേരൊക്കെ എന്തും ആയിക്കൊള്ളട്ടെ, അവൻ ആരും എത്ര വലിയവനും ആയിക്കൊള്ളട്ടെ, ആര് വിട്ടതാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൻപുറത്ത് ചില പൊടിക്കൈ പഠിച്ച ചില കുട്ടപ്പന്മാരുണ്ട്. അവന്മാരിങ്ങനെ ചില ക്രിയകളൊക്കെ ചെയ്ത് 2-3 പേരെ ഒക്കെ വിടും. പോയി ചെല്ല അവന്റെ വീട്ടിൽ സമാധാനം കെടുത്തിയിട്ട് വാ. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ശത്രുത്വമുണ്ടോ? മുഴങ്കാലുമടക്കി ദൈവസന്നിധിയിൽ നിന്ന് കാൽവറി രക്തത്തിൽ ആശ്രയിച്ച് സ്തോത്രം ചെയ്ത അഭിഷേകത്തോടെ ശത്രു പോകാൻ പറഞ്ഞാൽ അവൻ വിട്ടുപോയിക്കൊള്ളും. ആരുടെ അടുത്ത് പോകണമെന്നില്ല, അവൻ വിട്ടുപോയിക്കൊള്ളും. പക്ഷേ വിശ്വാസത്തിൽ സ്ഥിരമുണ്ടാകണം. ചിലർക്ക് സ്ഥിരതയുണ്ട്, വിശ്വാസമില്ല. ദൈവത്തിന് സ്തോത്രം. ചിലർക്ക് വിശ്വാസമുണ്ട്, സ്ഥിരതയില്ല. ഇത് രണ്ടും പോലെ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിന്നാൽ ശത്രു നമ്മെ വിട്ട് ഓടിപ്പോകും. എന്താ വായിച്ചത്? അവനോട് എതിർക്കണം. എങ്ങനെയാ എതിർക്കേണ്ടത്? ചില ശത്രുവിനോടൊക്കെ എതിർക്കുന്ന എതിർപ്പ് കണ്ടു കഴിഞ്ഞാൽ വലിയ രസമാ. ദൈവത്തിന് സ്വന്തം. ഒരിക്കലും ഒരാള് സാത്താൻ ബാധിച്ച ഒരു സഹോദരി അടുക്കൽ ചെന്ന് മുണ്ടൊക്കെ ഇങ്ങനെ മടക്കി കുത്തി, കൈയൊക്കെ മടക്കി ഇപ്പൊ ഇടിക്കും എന്നുള്ള രീതി നിൽക്കുകയാണ്. അങ്ങനെയൊന്നും ഇടിച്ചാൽ സാത്താൻ പോകത്തില്ല, സാത്താൻ കാല് മടക്കി നമ്മളെ അടിക്കും. അതുകൊണ്ട് അതല്ല നമുക്ക് വേണ്ടിയത്, വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരാകണം. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞൊരു വാക്ക് ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. 4-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. യാക്കോബ് 4:7. ആകയാൽ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. 2 കാര്യങ്ങൾ ചെയ്താൽ ശത്രു ഓടിപ്പോകും. എന്തൊക്കെ ചെയ്യണം? ഒന്ന്, ദൈവത്തിന് കീഴ്. ചിലർ എതിർക്കാൻ ഭയങ്കര മിടുക്കന്മാരാ, പക്ഷേ ഭൂമിയിൽ ആർക്കും കീഴടങ്ങത്തില്ല. ദൈവത്തിനും കീഴടങ്ങത്തില്ല, വചനത്തിനും കീഴടങ്ങത്തില്ല, മാതാപിതാക്കൾക്കും കീഴടങ്ങത്തില്ല, നടത്തിപ്പുകാർക്കും കീഴടങ്ങത്തില്ല. അവരിപ്പോ എന്തോ ഭൂമിയുടെ അച്ചുതണ്ടി ഇദ്ദേഹത്തിന്റെ തോളിലായിരിക്കണം എന്നുള്ള രൂപത്തിലാണ് പോകുന്നത്. അവരുടെ മുമ്പിൽ പിശാച് കീഴടങ്ങത്തില്ല. ദൈവവചനം പറയുന്നു, ഒന്നാമത് ദൈവത്തിന് കീഴടങ്ങണം. അതിനുശേഷം അത് എതിർപ്പൊക്കെ. ആദ്യം ഒടയ തമ്പുരാന്റെ മുമ്പിൽ കർത്താവേ, ഞാനൊരു സാധുവാ, ഞാനൊരു പാവപ്പെട്ടവനെ, എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല, ശത്രു പോരാടുന്നുണ്ട്, എനിക്കൊരു ജയം തരണമേ എന്ന്
എന്ന് പറഞ്ഞ് തമ്പുരാന്റെ മുമ്പിൽ സറണ്ടർ ആകണം. എന്നിട്ട് ആത്മാവിൽ വിശ്വാസത്തിന്റെ സ്ഥിരതയോടെ ശത്രുവിന്റെ നേരെ എതിർത്ത് നിൽക്കണോ. അങ്ങനെ എതിർത്ത് നിന്നാൽ എന്ത് സംഭവിക്കും? സാത്താൻ നിങ്ങളെ വിട്ട് നടന്നങ്ങ് പോയിക്കോളൂ. അങ്ങനെയാണോ? അല്ല, അവൻ ഓടിപ്പോയിക്കൊള്ളു, നിൽക്കാതെ പോയിക്കൊള്ളൂ. നിങ്ങളുടെ വഴി വിട്ടു പോയിക്കൊള്ളൂ, ഭവനത്തെ വിട്ട് ഓടിക്കൊള്ളൂ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിട്ട് ഓടിക്കൊള്ളൂ. നന്മയുടെ മാർഗത്തെ അടച്ചു കളയുന്ന അവസ്ഥയിൽ നിന്ന് അവൻ എന്നേക്കുമായി ഓടിപ്പോയിക്കൊള്ളൂ. എഫേസ്യ ലേഖനം 6-ാം വാക്യം വായിക്കുമ്പോൾ ശത്രുവിന്റെ ശക്തിയോട് എതിർക്കുവാൻ വേണ്ട മറ്റൊരു കാര്യം അപ്പോസ്തലൻ പറയുകയാ, പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം 6 വിധമായ ആയുധങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിക്കൊള്ളണം, കാലിൽ സമാധാന സുവിശേഷത്തിന്റെ ചെരുപ്പ്, അത് സുവിശേഷത്തിന്റെ ആ ഒരുക്കം ചെരുപ്പായിട്ടുണ്ടായിരിക്കണം. തലയിൽ രക്ഷയെന്ന ശിരസ്ത്രമുണ്ടായിരിക്കണം, കയ്യിൽ ഒരു വാളുണ്ടായിരിക്കണം, മറുകയിൽ ഒരു പരിചയം ഉണ്ടായിരിക്കണം, നീതി എന്ന ഒരു കവചമുണ്ടായിരിക്കണം. ഇത്രയും ധരിച്ചു നിൽക്കുന്ന ഒരു ദൈവപൈതലിന്റെ മുൻപിൽ ശത്രു പരാജയപ്പെടും. ഇന്ന് രാത്രി വേളയിൽ എത്ര പേർക്കത് വിശ്വസിപ്പാൻ കഴിയുന്നുണ്ട്? ദൈവത്തിന് മഹത്വമുണ്ട്. അരയ്ക്ക് സത്യമുണ്ടായിരിക്കണം. സത്യമാകുന്ന ക്രിസ്തുവിനെ നാം കെട്ടിക്കൊള്ളണം. സത്യമാകുന്ന വചനത്തെ നമ്മുടെ അരയ്ക്ക് ബന്ധിച്ചു കൊള്ളണം. ദൈവനീതി എന്ന കവചം, ആ നീതി എന്ന് പറയുന്നത് മാനസാന്തരപ്പെട്ട ഒരുവൻ സ്നാനപ്പെടുമ്പോൾ അത് ദൈവത്തിന് നീതിയായ ഒരു കവചമായി അവൻ നിൽക്കുകയാ. നീ പാപങ്ങളെ ഏറ്റുപറയണം. മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞാൽ പോരാ, ദൈവത്തിന് നീതിയുടെ വസ്ത്രമായ സ്നാനത്തെ നീ ഏറ്റ് ആ വസ്ത്രത്തെ ധരിച്ചു കൊള്ളണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സമാധാന സുവിശേഷത്തിന്റെ ഒരുക്കം, കാലിൽ ചെരുപ്പ്, കയ്യിൽ വചനമെന്ന വാള്, മടുകയിൽ വിശ്വാസമെന്ന പരിച, തലയിൽ രക്ഷയെന്ന അവസ്ഥ, ഇതൊക്കെ ഉള്ള ഒരു ഭക്തന്റെ മുൻപില് ശത്രു പരാജയപ്പെട്ടു പോകും എന്ന് ബൈബിൾ നമ്മെ ഓർപ്പിക്കുകയാ. 1 യോഹന്നാൻ 5:4 ആ വാക്യത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. വായിച്ചോട്ടെ 5:4 വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. നമ്മുടെ വിശ്വാസം. അപ്പൊ വിശ്വാസത്താൽ നമുക്ക് ജയിക്കാം. നമുക്ക് ഒരു ചെലവുമില്ല. ഇതിനെന്തെങ്കിലും ചെലവുണ്ടോ? 1000 രൂപ കൊടുത്താണോ വിശ്വാസം? ആരെങ്കിലും ഹൃദയത്തിൽ ഒന്ന് സമർപ്പിച്ചാൽ മതി. അവിടെ വിശ്വാസം ഇറങ്ങി വരൂ. ശത്രു നമ്മെ വിട്ട് ഓടിപ്പോകൂ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ശത്രു നമ്മെ വിട്ട് ഓടിപ്പോകുവാൻ ഇടയായി തീരും. ദൈവത്തിന് സ്തോത്രം. എന്താണ് നാം ഇതിനായി ചെയ്യേണ്ടത്? ഈ സഹായം നാം വായിച്ച കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ സങ്കീർത്തനക്കാരൻ പറയുക, യഹോവേ വൈരിയുടെ നേരെ, ആ കുറിവാക്യത്തിന്റെ ആരംഭ ഭാഗം ഒന്ന് വായിക്കാമോ? വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. വായിച്ചാട്ടെ. വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ, മനുഷ്യന്റെ സഹായം വ്യർത്ഥമല്ലോ. വൈരിയുടെ നേരെ സഹായം, ശത്രുവായ പിശാചിന്റെ നേരെ സഹായം വേണമെന്ന് ആഗ്രഹിക്കുന്നവര് ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ആഗ്രഹമില്ലാത്തവര് അതൊന്നും ചെയ്യണമെന്നില്ല. ആഗ്രഹമുള്ളവർ ഇത് ചെയ്യണോ? എന്താണ് നാം ചെയ്യേണ്ടത്? നമുക്ക് ചെയ്യുവാനുള്ള മാർഗങ്ങളാണ് ഈ വചനത്തിൽ നാം കേൾക്കുവാനിടയായത്. എബ്രായ ലേഖനം 4-ാം 16 വാക്യത്തിലേക്ക് വരുമ്പോൾ ബൈബിൾ പറയുന്ന സഹായത്തിന്റെ ഒരു വഴിയുണ്ട്. അവിടേക്ക് നാം ചെന്നാൽ അവിടെ നമ്മെ സഹായിക്കുന്ന കരം നമുക്ക് കാണാം. വായിച്ചോട്ടെ 4-ാം വാക്യം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് ചെല്ലണം. കരുണ ലഭിപ്പാൻ തക്ക സമയത്ത് സഹായത്തിന് ആവശ്യമായ കൃപ പ്രാപിക്കേണ്ടതിന് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് വരണം. ഇന്ന് രാത്രി വേളയിൽ നമ്മുടെ മധ്യേ ഒരു സിംഹാസനം സ്ഥാപിച്ചിട്ടുണ്ട്. അത് കർത്താവിന്റെ കൃപയുടെ സിംഹാസനമാണ്. നാം പാർക്കുന്ന കാലം കൃപയുടെ കാലമാണ്. ഈ രാത്രി വേളയിൽ ആ കൃപാസനത്തിലേക്ക് ആവശ്യമുള്ളവർ, ആഗ്രഹമുള്ളവർ കടന്നു വന്നാൽ അവരെ മാനിക്കുന്ന കർത്താവ്, അവരെ സഹായിക്കുന്ന കർത്താവ് ഈ രാത്രി നമ്മുടെ മധ്യേ ഉണ്ട്. ആ കൃപാസനത്തിലേക്ക് ധൈര്യമായി അടുത്തു വരുന്നുവോ അവരെ സഹായിപ്പാൻ കഴിയുന്ന കർത്താവ് നമ്മുടെ മധ്യേ ഉണ്ട്. ദൈവവചനം പറയുന്നു, വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം. മനുഷ്യന്റെ സഹായം വ്യർത്ഥമാണ്. നിങ്ങൾ എത്ര ബുദ്ധിമാന്മാരാണെങ്കിലും എത്ര കഴിവുള്ളവരാണെങ്കിലും മനുഷ്യന്റെ സഹായം വ്യർത്ഥമാകുന്നു. ദൈവം നമ്മെ സഹായിക്കണം. അതിനുള്ള മാർഗം എന്ത്? ആ കൃപാസനത്തിലേക്ക് ഓടി വാ. ധൈര്യമായിട്ട് ഓടി വന്നാട്ട് കരുണ ലഭിപ്പാൻ തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കേണ്ടതിന് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് ഓടി വരണം. ഒരിക്കൽ യേശു തമ്പുരാൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഒരു സ്ത്രീ യേശുവിന്റെ അടുക്കിലേക്ക് വന്നു. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം വായിക്കുമ്പോൾ ഒരു കനാന്യ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് വിളിച്ചു പറയും, കർത്താവേ എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ. അവളുടെ വേദനകൾ, അവളുടെ ശരീരത്തിന്റെ ദുഃഖങ്ങൾ, അവളുടെ മനസ്സിന്റെ
ഭാരങ്ങൾ, അവളുടെ കുടുംബത്തിന്റെ ക്ലേശങ്ങൾ ഇതെല്ലാം അറിഞ്ഞിട്ട് അവൾ വിളിച്ചു പറയും, കർത്താവേ എന്നെ സഹായിക്കണം. ഇന്ന് രാത്രി ദൈവത്തിന്റെ സഹായം ആഗ്രഹിക്കുന്ന ദൈവമക്കൾ മുഴങ്കാൽ മടക്കിയാട്ട് അല്പസമയം നാം പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് രാത്രി വേളയിൽ ദൈവത്തിന്റെ സഹായത്തിന്റെ ഹസ്തം അവൻ നീട്ടി നിങ്ങളെ സഹായിക്കണം എന്ന് ആഗ്രഹമുള്ളവർ മുഴങ്കാലുകളെ മടക്കിയാട്ട് ധൈര്യമായി ആ കൃപാസനത്തിങ്കിലേക്ക് ഓടി വന്നാട്ട് അവിടെ നിങ്ങളെ സഹായിക്കുന്ന കരത്തെ നിങ്ങൾക്ക് ദർശിക്കാം. നിങ്ങളെ വീണ്ടെടുക്കുന്ന, നിങ്ങളെ ബലപ്പെടുത്തുന്ന, നിങ്ങളെ ശക്തീകരിക്കുന്ന ആ കരം നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും. ആ കനാന്യ സ്ത്രീയെ പോലെ നമുക്കും ധൈര്യമായി പറയാം, കർത്താവേ എന്നെ സഹായിക്കണമേ, കർത്താവേ എന്നെ സഹായിക്കണമേ. ആഗ്രഹമുള്ളവർ പറഞ്ഞാട്ട് ഇവിടെ ഇരിക്കുന്ന യൗവനക്കാർ, കുഞ്ഞുങ്ങൾ, മുതിർന്നവർ ഒക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തില് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നേറ്റു പറഞ്ഞാട്ട് കർത്താവേ എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞാട്ട് ശത്രു മുഴു ശക്തിയോടുകൂടെ പോരാടുന്ന കാലം, അതിശക്തിയോടുകൂടെ സാത്താൻ പോരാടും. ഒരു കാര്യം ഞാനൊന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ. നാം പാർക്കുന്ന കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇന്ന് സാത്താന്റെ കൂത്തരങ്ങായി മാറിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ഞങ്ങൾ പാർക്കുന്ന എറണാകുളം പട്ടണത്തിൽ. സാത്താനെ ആരാധിക്കുന്ന ഏതാണ്ട് 15ഓളം പള്ളികൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. സാത്താൻ സേവക്കാർ ഈ 2 ദിവസത്തിന് മുമ്പ് ഞാൻ അറിഞ്ഞു, കൊട്ടാരക്കരയിൽ നിന്ന് ചിലർ ആ പള്ളിയിൽ ആരാധനയ്ക്ക് വരുന്നുണ്ട്. അവിടെ വിശ്വാസികളുടെ കാര്യമല്ല, ഈ മധ്യ തിരുവിതാംകൂറിന് ഇപ്പുറത്തുള്ള ഭാഗത്തു നിന്ന്, കൊല്ലം ജില്ലയിൽ നിന്ന്, തിരുവനന്തപുരത്തു നിന്നൊക്കെ സാത്താനെ ആരാധിക്കുവാൻ ആളുകൾ ആ പള്ളിയിലേക്ക് വന്നു കൂടുന്നു. എത്ര ഭീകരം! അതിന്റെ സംഭവങ്ങൾ നാം കേട്ടാൽ ഞെട്ടിപ്പോകുന്ന സത്യങ്ങൾ. മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കലും ചിന്തിപ്പാൻ കഴിയാത്ത നിലയിൽ ഒരു 2-3-4 മാസങ്ങൾക്ക് മുമ്പ് കളമശ്ശേരിക്കടുത്ത് യൗവനക്കാരിയായ ഒരു പെൺകുട്ടി അതിദാരുണമായി കൊല്ലപ്പെട്ടു. അതിന്റെ പിന്നാമ്പുറം പോലീസ് അന്വേഷിച്ചു ചെന്നപ്പോൾ ഫോർട്ട് കൊച്ചിയിലുള്ള ഈ സാത്താന്യ ആരാധനാലയത്തിൽ പോയി അവൾ ആരാധന കഴിഞ്ഞ് മടങ്ങി വന്നു. അവൾക്ക് പെട്ടെന്ന് ചിത്തഭ്രമമുണ്ടായി. അവൾ സത്യം മറ്റുള്ളവരോട് പറയുമെന്ന് വന്നപ്പോൾ അതിന്റെ ആളുകൾ വന്ന് രഹസ്യമായി അവളെ കൊന്ന് വീടിന്റെ സൈഡിലുള്ള ജനലിൽ കെട്ടിത്തൂക്കിയിട്ടിട്ട് പോയി രാത്രി. എത്ര ഭയങ്കരം! ഈ അടുത്ത സമയത്ത് എറണാകുളത്ത് ആ കണ്ടെയ്നർ റോഡിൽ യൗവനക്കാരിയായ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും വെളുപ്പിനെ പ്രഭാതത്തിൽ 3 മണിക്ക് ഒരു ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു. പോലീസ് അന്വേഷിച്ചപ്പോൾ അത് ചെന്ന് നിന്നതും അതേ സ്ഥലത്ത് തന്നെയായിരുന്നു. ആരാധനയിൽ അത് കഴിഞ്ഞിട്ട് മടങ്ങി വന്നപ്പോൾ സംഭവിച്ച സത്യം. ഇവരെന്താണ് ചെയ്യുന്നതെന്നറിയാമോ? ഇവരുടെ പ്രധാന അജണ്ട, ഞാനിത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ദൈവമക്കളുടെ പ്രാർത്ഥന എല്ലാവർക്കും ആവശ്യമാകും. നാം ഇങ്ങനെ ഉറങ്ങിയിരുന്നാൽ ശത്രു നമ്മെ വേട്ടയാടും. ഒരിക്കലൊരു മനുഷ്യൻ ഇങ്ങനെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തു പോകുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായി കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഇദ്ദേഹം ചെറുതായിട്ട് ടിഫൻ കഴിക്കുവാൻ ബോക്സ് എടുത്ത് തുറന്ന് കഴിക്കുമ്പോൾ അടുത്തിരുന്ന ആളോട് ചോദിച്ചു, കഴിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ കഴിക്കുന്നില്ല. ചോദിച്ചു, എന്താ കഴിക്കാത്ത? ഞാൻ ഉപവാസമാണ്. അപ്പൊ ഇദ്ദേഹം ഒരു ദൈവവൈദ്യനാണ്. ചോദിച്ചു, അങ്ങ് ഒരു ദൈവവൈദ്യനാണോ? അല്ല, ഞാൻ ഒരു പിശാചിനെ സേവിക്കുന്നവനാണ്. ഇദ്ദേഹം ഭയപ്പെട്ടു പോയി, എന്തിനാണ് ഉപവാസം എടുക്കുന്നത്? അദ്ദേഹം പറയുക, ഈ അമേരിക്കയിലേക്ക് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു മിഷണറി വലിയൊരു ക്രൂസൈഡ് നടത്തും, അത് തകർന്നു പോകണം, അവിടെ വലിയ അനർത്ഥം ഉണ്ടാകണം. ഞാൻ അതിനുവേണ്ടി ഇപ്പോൾ 3 ദിവസമായി ഉപവാസമാണ്. ഈ മനുഷ്യന്റെ അന്തരാത്മാവ് ഞെട്ടി. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഒരു വിശ്വാസിക്കുണ്ടായ സംഭവം, തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ യാത്ര ചെയ്തു. പ്രഭാതത്തില് മോർണിംഗിൽ ട്രെയിനിലിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ ഇരുന്ന് ഭക്ഷണം എടുത്ത് അടുത്തിരിക്കുന്ന ആളോട് കൊടുത്തപ്പോൾ, കൈ നീട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ട, ഞാൻ ഉപവാസം എടുക്കുകയാണ്. അപ്പൊ ചോദിച്ചു, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ദൈവമക്കൾ ആക്സിഡന്റിൽ പെട്ട് മരിക്കണം, സുവിശേഷ പ്രവർത്തകരൊക്കെ അനർത്ഥത്തിൽപ്പെടണം, അവരൊക്കെ ജഡീകരായി തീരണം. അപ്പോൾ ഇദ്ദേഹം വിശദാംശങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ സാത്താനെ, ലൂസിഫറിനെ ആരാധിക്കുന്നവനാണ്. ഈ സഹോദരൻ പേടിച്ച് അവിടെ എഴുന്നേറ്റ് മാറിപ്പോയി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. പിശാചിനെ സേവിക്കുന്നവർ ഉണർന്നിരിക്കുന്നു, ശത്രുവിന്റെ ശക്തി പെരുകുന്നു. ലോകത്തിൽ ദൈവമക്കൾ ഉദാസീനരാകരുത്. ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യ ഒരു ദൈവശക്തി ദൈവം അയച്ചു തരും. ആ ദൈവശക്തിയാൽ ശത്രുവിന്റെ ശക്തികൾ തകരണം. ഈ ദേശത്ത് ചില അന്ധകാരത്തിന്റെ കെട്ടുകളുണ്ട്. രാത്രിയിൽ അഭിഷേകമുള്ള ദൈവമക്കൾ, കർത്താവിന്റെ വേലക്കാരും ദൈവമക്കളും ഒരുമനപ്പെട്ട് അഭിഷേകത്തോടെ പ്രാർത്ഥിച്ചാൽ ചിലര് ദൈവത്തെ ഭയമില്ലാത്തവരായി പോകുന്നു. നിന്നെ സാത്താൻ മൂടുന്നതിന് മുൻപ്, പിശാച് നിന്നെ അന്ധകാരം മൂടിക്കളയുന്നതിന് മുൻപ്, യൗവനക്കാരെ, യേശുവിന്റെ പാദപീഠത്തിലേക്ക് വന്നുകൊള്ളുവീൻ. ശത്രു നമ്മെ വീഴ്ത്തിക്കളയരുതേ. ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ധൈര്യമായി യേശുവിനെ നോക്കി വിളിക്കാം, കർത്താവേ എന്നെ സഹായിക്കണം. ആ കനാന്യ സ്ത്രീയെ പോലെ ഉറക്കെ വിളിച്ചാട്ട്, ആരും മൗനമായി ഇപ്പോൾ ഇവിടെ ഇരിക്കരുത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉറക്കെ വിളിച്ചാട്ട്, നമുക്ക് സഹായം സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. എന്റെ സഹായം എവിടെ നിന്ന് വരും? ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ഇന്ന് രാത്രിയിൽ ചില യൗവനക്കാരുടെ മേൽ ദൈവം ഒരു അഭിഷേകം കൊടുക്കാൻ
നിറയ്ക്കാൻ പോകുന്നു. ഇന്ന് രാത്രിയിൽ ചില ദൈവമക്കളെ കർത്താവ് ഒരു പുതിയ അഭിഷേകത്താൽ നിറയ്ക്കാൻ പോകുന്നു. ആ അഭിഷേകം എന്തിനെന്നറിയാമോ? നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും മാത്രമല്ല, നിന്റെ ദേശത്തിന്റെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുവാനായി ദൈവം നിനക്കൊരു അഭിഷേകം തരിക. കണ്ണുകളെ അടച്ച് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചാട്ട് ദയവായി ഇപ്പോൾ ആരുടെ മൗനമായിരിക്കരുത്. ഈ പന്തലിരിക്കുന്നവർ, കസാരയിലിരിക്കുന്നവർ, വെളിയിൽ നിൽക്കുന്നവർ, ഈ വശങ്ങളിൽ നിൽക്കുന്നവർ, നിൽക്കുന്നിടത്ത് പ്രാർത്ഥിച്ചാട്ട്, അഭിഷേകത്തോടെ പ്രാർത്ഥിച്ചാട്ട്, യേശുവിന്റെ നാമം ഉയർത്തപ്പെടുമ്പോൾ ശത്രുവിന്റെ ശക്തികൾ ഇവിടെ തകർക്കപ്പെടണം. ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ശത്രു തോറ്റുപോകട്ടെ. ഇന്ന് രാത്രി സ്വർഗം തുറന്നിരിക്കുന്നു. ആ സിംഹാസനത്തിൽ നിന്ന് ഇതാ ദൈവത്തിന്റെ സഹായത്തിന്റെ കരം ഇറങ്ങി വരും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഇവിടെ ശക്തിയോടെ പ്രവർത്തിച്ച് ചിലരെ രൂപാന്തരപ്പെടുത്തും. ശത്രുവിന്റെ ശക്തിയോട് നിന്നെ എതിർത്ത് നിൽപ്പാൻ നിന്നെ കർത്താവ് ബലപ്പെടുത്തുകയാ. വിളിച്ചു പറഞ്ഞ യേശുവേ എന്നെ സഹായിക്കണമേ, ഹല്ലേലൂയ, സഹായിക്കണമേ എന്ന് വിളിച്ചു പറഞ്ഞാൽ കർത്താവ് സഹായിക്കും. നിന്നെ, നിന്റെ കുഞ്ഞുങ്ങളെ, നിന്റെ ഭവനത്തെ, നിന്റെ ജോലിയെ, നിന്റെ സമ്പത്തിനെ തടയുന്ന ശത്രുവിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തില്, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ തകർക്കപ്പെടട്ടെ. യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. ആമേൻ. മോശ ചെങ്കടലിന്റെ അരികിലേക്ക് വന്നു. അവന്റെ കയ്യിൽ അത്ഭുതം സംഭവിപ്പാൻ ഒന്നുമില്ലായിരുന്നു. ദൈവം കൊടുത്തൊരു വടി മാത്രം. ആ വടി മോശ ചെങ്കടലിന്റെ നേരെ നീട്ടി. അത് ദൈവത്തിന്റെ വാഗ്ദത്തമായ വടിയായിരുന്നു. വടി നീട്ടി ചെങ്കടൽ രണ്ടായി പിരിഞ്ഞു. ഇന്ന് രാത്രിയിൽ നിന്റെ മുൻപിൽ നിൽക്കുന്ന ചെങ്കടൽ പിരിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എലീശ യോർദാൻ നദിയുടെ മുൻഭാഗവും, ഒരു നിമിഷം, എലീശ യോർദാൻ നദിയുടെ മുൻപിൽ വന്നു. അവന്റെ കയ്യിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു. എന്നാൽ ഏലിയാവിന്റെ പക്കലുണ്ടായിരുന്ന പുതപ്പ് അവന്റെ മേലുണ്ടായിരുന്നു. അവൻ ആ പുതപ്പെടുത്തു, യോർദാൻ നദി അടിച്ചു. ഒരു ചോദ്യം, ഏലിയാവിന്റെ ദൈവം എവിടെ? യോർദാൻ നദി രണ്ടായി പിരിഞ്ഞുപോയി. ഇന്ന് രാത്രിയിൽ ആ പുതപ്പ് ദൈവം തന്ന അഭിഷേകമാണ്. മോശയുടെ കയ്യിൽ നിന്ന് വടി, അത് ദൈവത്തിന്റെ വാഗ്ദത്തമായ വടിയാണ്. ദൈവം തന്ന വാഗ്ദത്തവും ദൈവം തന്ന അഭിഷേകത്താൽ ഇന്ന് രാത്രി വേളയിൽ ശത്രുവിന്റെ സകല പരീക്ഷകളെ നമുക്ക് തകർത്തെറിയാൻ കഴിയട്ടെ. അതിനേറ്റൊരു അഭിഷേകം നമ്മൾ വ്യാപരിക്കട്ടെ. ഓ, ദൈവശക്തിക്ക് ഇടം കൊടുക്കുമ്പോ നിന്നെ ശത്രു വിട്ടോടിപ്പോകും. അഭിഷേകത്താൽ ശത്രുവിനോട് എതിർത്താട്ട് നീ മൗനമായി നിൽക്കരുത്. അഭിഷേകത്തോടെ, നിനക്ക് തന്ന ധൈര്യത്തോടെ, നിന്റെ നാവിന്മേൽ തരുന്ന വാക്ക് അധികാരത്തിന്റെ വാക്കായി വിളിച്ചു പറ. ശത്രു വിട്ടോടിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, 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 ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അഭിഷേകമുള്ളവരുടെ മുമ്പിൽ ശത്രു തോറ്റുപോകും. എല്ലാവരും ഏറ്റു പറഞ്ഞാട്ട്, യഹോവേ എന്നെ സഹായിക്കണമേ, വൈരിയുടെ നേരെ എന്നെ സഹായിക്കണമേ. കർത്താവിന്റെ സഹായത്തിന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ, 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 ആമേൻ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ശത്രുവിന്റെ ശക്തികൾ തകർന്നു പോകട്ടെ. യേശുവിന്റെ നാമം ജയിക്കട്ടെ, യേശുവിന്റെ നാമം ജയിക്കട്ടെ, യേശുവിന്റെ നാമം ജയിക്കട്ടെ. ക്രൂശിൽ ജയമെടുത്ത യേശുവിന്റെ നാമം ജയിക്കട്ടെ. ഹല്ലേലൂയ, ആമേൻ. അഭിഷേകത്തോടെ ആ കോർസ് നമുക്ക് ചേർന്ന് പാടാം. യേശുവിൻ നാമം വിജയിക്കട്ടെ. സാത്താന്റെ കോട്ടകൾ പാടുമ്പോൾ അഭിഷേകത്തോടെ ദൈവശക്തിയോടെ എല്ലാവരും ചേർന്ന് പാടിയാട്ട്. ആ അഭിഷേകവും ദൈവശക്തിയും വരുമ്പോൾ മോശയുടെ കയ്യിൽ നിന്ന് വടിയാകുന്ന വാഗ്ദത്തവും എലീശയുടെ മേലുണ്ടായിരുന്ന അഭിഷേകത്തിന്റെ പുതപ്പും നമ്മുടെ മേൽ വരുമ്പോൾ ശത്രു മാറിപ്പോകും, നമ്മെ വിട്ടോടിപ്പോകും. നമുക്ക് എല്ലാവർക്കും ചേർന്ന് അഭിഷേകത്തോടെ പാടാം. യേശുവിൻ നാമം വിജയിക്കട്ടെ, സാത്താന്റെ കോട്ടകൾ തകർന്നിടട്ടെ. ആമേൻ. യേശുവിൻ
Praise the Lord, praise the Lord, praise the Lord, praise the Lord. Praise the Lord. Hallelujah. പ്രിയ ദൈവജനമേ, വൈരിയാകുന്ന ശത്രു വളരെ തന്ത്രപൂർവ്വം ദൈവജനത്തോട് പോരാടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. എനിക്ക് നിങ്ങൾക്ക് അവനോട് ഒരു കോംപ്രമൈസും ഇല്ല. ഒരു കോംപ്രമൈസും അവനുമായിട്ട് വേണ്ട. സർവശക്തനായ ദൈവം എന്നോട് നിന്നോട് കൂടെയുണ്ട്. നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, കുഞ്ഞുങ്ങൾക്കെതിരെ, ഭാവിയുടെ നന്മയ്ക്കെതിരെ, ഭൗതിക നന്മയ്ക്കെതിരെ, ആത്മീക നന്മയ്ക്കെതിരെ അവൻ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് ഈ രാത്രികാലം അവനോട് പോരാടി ജയമെടുക്കണം. അവനുമായി ഒരു കോംപ്രമൈസും ഇല്ല. ശക്തനായ ദൈവം, യുദ്ധവീരനായി നിന്നോട് കൂടെയുണ്ട്. സർവശക്തനായ ദൈവം നിന്നെ സഹായിപ്പാൻ നിന്നോട് കൂടെയുണ്ട്. വിടുവിക്കുന്നവനായ ദൈവം നിന്നോട് കൂടെയുണ്ട്. സർവജ്ഞത്തിന്റെ ഉടമനായ സർവശക്തനായ ദൈവം മുഴു ശക്തിയോടെ തന്നെ പറഞ്ഞ് നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാൻ പോവുകയാണ്. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. വൈരിക്കറിയാം സമയം തീരാറായെന്ന്. എന്നാൽ പെന്തിക്കോസിലോ ഉറങ്ങിക്കൊണ്ടിരിക്കുക. അവർ വിചാരിക്കും നൂറ്റാണ്ടുകൾ നീ ഉണ്ടെന്നുള്ള. സാത്താനാകുന്ന വൈരിക്ക് മനസ്സിലായി ഒരു അല്പസമയമുള്ളെന്ന്. അത് നിമിത്തം വളരെ തന്ത്രപൂർവമായിട്ട് അവൻ പ്രവർത്തിച്ചിരിക്കുന്നു. വളരെ തന്ത്രവും വഞ്ചനാപരമായ രീതിയിൽ അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നിന്നെ പല വിധത്തിൽ സഹായിച്ചേക്കാം ഒരു പക്ഷേ പിശാച്. പക്ഷേ മനസ്സിലാക്കണം സാത്താന്റെ കരമാണെന്ന്. ദൈവത്തിന്റെ വഴിയിലെ നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ. എനിക്ക് നിങ്ങൾക്ക് ഇവിടെ ഇനി വലിയ സുഖകരമായ ജീവിതമൊന്നും പ്രതീക്ഷിക്കേണ്ട. സൗഭാഗ്യകരമായ ജീവിതം ഇവിടെ പ്രതീക്ഷിക്കേണ്ട. ഒരുപക്ഷെ കഷ്ടവും നഷ്ടമൊക്കെ ആയിരിക്കാം, സാരമില്ല. നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ. നമ്മുടെ യേശു അതിവേഗം വരാൻ പോകുക. നിനക്ക് പോകട്ടെ. കാഹളം ധ്വനിക്കുമ്പോൾ രൂപാന്തരം പ്രാപിക്കണ്ടേ. നിത്യ വീട്ടിൽ പോകട്ടെ. യേശുവിനോട് വാഴണ്ടേ. ദൈവത്തിന് വരെ പ്രത്യാശ പുതുക്കുവാൻ ദൈവം തന്നിരിക്കുന്ന അവകാശമാണ്. ജീവിതത്തിൽ ബലപ്പെടുവാൻ ദൈവം തന്നിരിക്കുന്ന അവസരമാണ്. സാത്താനോ മുഴബലത്തോടെ നമ്മളോട് എതിർത്തിടും വിധ സംശയിക്കയോ ഭ്രമിക്കയോ സംശയിക്കയോ ഭ്രമിക്കയോ ശക്തനായ ദൈവം മുന്നിലുള്ളതാണോ തിരഞ്ഞെടുത്തിട്ട് ശക്തനായ ദൈവം മുന്നിലുള്ളതാണോ തിരഞ്ഞെടുത്തിട്ട് ശക്തനോട് ബലത്തോടെ നമ്മളോട് എതിർത്തിടും വിധ സംശയിക്കയോ ഭ്രമിക്കയോ Praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah, hallelujah. Thank you, Lord, thank you, Lord, thank you, Lord. Hallelujah, hallelujah, hallelujah.
അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടിവരവിടെ ദൈവം നമുക്ക് നൽകി തന്നതിനാൽ ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ ഇതുവരെയും പരിശുദ്ധാത്മാവ് ഇരുത്തിയതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നല്ല പാട്ടുകൾ പാടി ആത്മാവിൽ സന്തോഷിച്ചാർക്കുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കേൾപ്പിച്ച ജീവനുള്ള സാക്ഷ്യത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധാത്മാവോട് നമ്മോട് ശക്തമായ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കേൾപ്പിച്ച വചനങ്ങൾ എല്ലാവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രകൃതിയുടെ മേലെ അധികാരമുള്ള ദൈവം പ്രകൃതിയെ നിയന്ത്രിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ നാളെ നടക്കേണ്ടുന്ന കുറ്റങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. കൊണ്ടത് എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യാൻ. സ്തോത്രം സ്തോത്രം. വടക്കാത്തിലും സൂക്ഷിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാൻ. സ്തോത്രം സ്തോത്രം. രാജാതിരാജൻ എപ്പോൾ വന്നാലും തന്നോട് ചേരുവാൻ കൃപയാൽ നമ്മെ ഒരുക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. ദേഹാത്മദേഹികളെ പിതാവിനെ കൊടുത്തോണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. ത്രിയേക ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥിക്കും. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ ഞങ്ങളെയും ദേശത്തെ സ്നേഹിക്കുന്നതിനാൽ ഈ വർഷത്തിൽ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷ യോഗത്തെ ദൈവം നൽകിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവ് ഈ പ്രാരംഭ ദിവസത്തെ യോഗത്തെ അനുഗ്രഹമായി നടത്തിയതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ യോഗത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ അനുഭവിപ്പാൻ, ദൈവത്തിൽ സന്തോഷിപ്പാൻ, ദൈവശക്തിയെ ഞങ്ങൾക്ക് അനുഭവിപ്പാൻ ദൈവം സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ ശുശ്രൂഷകൾക്കായി സ്തോത്രം. പ്രത്യാശ ഗാനങ്ങൾ ആത്മാവിൽ പാടി ദൈവത്തിൽ സന്തോഷിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ഞങ്ങളുടെ പ്രത്യാശയെ പുതുക്കുവാൻ നീ കൃപ നൽകിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ രാത്രി ജീവിപ്പിക്കുന്ന സാക്ഷിക്കായി സ്തോത്രം. ദൈവം ചെയ്ത നന്മകൾ ദൈവത്തിന് പ്രസ്താവിപ്പാൻ കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. അനേകർക്ക് ജീവനുളവാക്കുവാൻ, അനേകരെ കർത്താവിലേക്ക് ആശ്രയിപ്പാൻ ഇടയാക്കി തീർക്കണമേ. ഈ രാത്രിയിലും കർത്താവിന് മാറ്റമില്ലാത്ത തിരുവചന സത്യങ്ങൾ കർത്താവ് ഞങ്ങളോട് അറിയിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. വൈദികരുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. മനുഷ്യന്റെ സഹായം വ്യർത്ഥമല്ലോ എന്നുള്ള തിരുവചനത്തെ ആസ്പദമാക്കി ഈ രാത്രി ഞങ്ങളോട് ദൈവമായി അരുളി ചെയ്തതിനാൽ സ്തോത്രം. മനുഷ്യവർഗത്തെ തെറ്റിച്ചു കളയുന്നതായ പിശാചിന്റെ തന്ത്രങ്ങളെക്കുറിച്ച്, ശത്രുവായ പിശാചിനെ കുറിച്ചും അവന്റെ തന്ത്രങ്ങളെക്കുറിച്ചും ഇന്ന് രാത്രി തിരുവെഴുത്തിൽ കൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനാൽ സ്തോത്രം. അവന്റെ തെറ്റിൽ നിന്ന് കർത്താവെ ഞങ്ങൾ വിടിവിക്കപ്പെട്ട് തിരുവെഴുത്തും ദൈവശക്തിയും അറിഞ്ഞ് ഞങ്ങൾ ആരും തെറ്റിപ്പോകാതെ ദൈവത്തിലേക്ക് കടന്നു വരത്തക്ക ഉപദേശ സത്യങ്ങൾ ഈ രാത്രി ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവശക്തിയെ എല്ലാവരും അറിയുവാൻ, ദൈവശക്തിയായ ക്രിസ്തുവിനെ, സത്യമായ കർത്താവിനെ അറിഞ്ഞുകൊണ്ട് തിരുവെഴുത്തുകൾ പ്രകാരം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ളതായ വീണ്ടെടുപ്പിന്റെ പ്രത്യാശയെ പ്രാപിച്ച് കർത്താവെ സാത്താന്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് നിത്യന്യായത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ജനങ്ങൾക്കെല്ലാം കർത്താവ് കൃപ നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തിരുവചനം ആർക്ക് ന്യായവിധിക്ക് കാരണമായി തീരാതെ വണ്ണം ഈ സുവിശേഷം കേട്ട് ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യതയ്ക്കായി ഒരുക്കണമേ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർക്കുവാൻ എല്ലാവരെയും ശക്തരാക്കണമേ. സാത്താൻ ലോകത്തെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന നാളുകളിൽ കർത്താവെ, അധർമ്മത്തിന്റെ മർമ്മം ലോകത്തിലെങ്ങും വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാണപ്രിയന്റെ വരവ് അടുത്തിരിക്കുന്ന അറിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ തലകളെ ഉയർത്തി കർത്താവെ, കൃപാസനമായ കർത്താവിലേക്ക് അടുത്തു വന്ന നിന്റെ കൃപയെ പ്രാപിച്ച് ദൈവത്താൽ സഹായം പ്രാപിച്ച് കർത്താവ് വിശ്വാസത്തിൽ നിലനിന്ന് നിന്റെ വരവിനായി ഒരുങ്ങുവാൻ എല്ലാവരെയും സഹായിക്കണമേ. ദേശത്തെ ന്യായം വിടിവിക്കണമേ. അന്ധകാര ശക്തി ഇരിക്കുന്ന അനേകരെ ദേശത്ത് നിന്ന് വിടിപ്പിച്ച് കർത്താവിലേക്ക് കടന്നു വരുവാൻ, നിത്യസമാധാനത്തെ അനുഭവിപ്പാൻ ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തെ അറിയിപ്പാൻ നിന്റെ ദാസനെ നീ ബലപ്പെടുത്തിയല്ലോ. ഇനിയും ധാരാളം കൃപ കൊടുക്കണമേ. ഈ രാത്രി ഇവിടെ കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. എല്ലാവരുടെയും പ്രത്യാശ വർദ്ധിപ്പിച്ച് എല്ലാവരെയും നിന്റെ വരവിനായി ഒരുക്കണമേ. എല്ലാവരുടെ മടക്കയാത്രയിൽ കൂടെ ഇരിക്കണം. എല്ലാവരെയും അനുഗ്രഹിച്ചയക്കണമേ. നാളത്തെ യോഗങ്ങളെയും കർത്താവ് നടത്തി തിരുനാമത്തെ മഹത്വപ്പെടുത്തും. എല്ലാവരെയും കർത്താവിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പ്രാർത്ഥനകളെല്ലാം കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. സകല ബുദ്ധിയും ദൈവ സമാധാനം നമ്മോട് ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരും പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിന് പേരും കർത്താവിന്റെ മഹത്വമുള്ള ആളുകളെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. in
സന്നിധിയിൽ